നോ യുവർ ഡി എൻ എയുടെ ഏറ്റവും പുതിയ സീരീസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു. ശരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള വളരെ വലിയ ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട്. അല്ലെ, ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളതും ഞാൻ ഒരുപാട് ആൾക്കാർക്ക് യൂസ് ചെയ്യാനായിട്ട് റെഫർ ചെയ്തിരിക്കുന്ന ഒരു ടെക്നോളജികളിലൊന്നായിരുന്നു ഗൂഗിൾ മാപ്പ്. ഇന്ന് അത് സർവ്വസാധാരണമാണ്. ഗൂഗിൾ മാപ്പ് നമുക്ക് ഒരുപാട് തവണ ഒരുപാട് സാഹചര്യങ്ങളിൽ നമ്മൾ യൂസ്ഫുൾ ആയിട്ടുണ്ട് അല്ലെ. എന്തായിരുന്നു ഗൂഗിൾ മാപ്പിന്റെ ആ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഏത് വഴി പോകണം, എങ്ങനെ പോകണം, എവിടെയൊക്കെ പോകണം, പോകാൻ പാടില്ലാത്ത വഴികൾ ഏതാണ്, ആ വഴി പോയാൽ എന്ത് ഡിഫിക്കൽട്ടി ഉണ്ടാവും, എത്ര ദൂരം എക്സ്ട്രാ സഞ്ചരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ റോഡ് അങ്ങനെ ആയിരിക്കും, എല്ലാം നമുക്ക് ഗൂഗിൾ മാപ്പിലൂടെ അറിയാൻ പറ്റും. ശരിക്കും നമ്മൾ ഗൂഗിൾ മാപ്പ് ഒരു യാത്രയിലേക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റിപ്പോർട്ടാണ് അല്ലെ. ആരൊക്കെയോ സഞ്ചരിച്ച, ആരൊക്കെയോ അപ്ഡേറ്റ് ചെയ്ത ഇൻഫർമേഷൻസിന്റെ ബേസിൽ നമ്മളൊരു ഡിസിഷൻ മേക്ക് ചെയ്യുകയാണ്. എന്ത് ഡിസിഷൻ? നമ്മൾ എങ്ങനെ പോകണം, എവിടേക്ക് പോകണം, എവിടേക്ക് പോകാൻ പാടില്ല, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എങ്ങനെ എത്തും എന്നുള്ള ഒരു ഇൻഫർമേഷന്റെ ബേസിൽ നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ ആ ഇൻഫർമേഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു യാത്രയാണ് ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത്. ശരിക്കും മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നതും ഇത്തരത്തിലൊരു യാത്ര തന്നെയാണ്. എന്തിലേക്കുള്ളതാണ്? സക്സസിലേക്കുള്ളതാണ്, വിജയത്തിലേക്കാണ്. ഏത് മേഖലയിലായാലും വിജയം ആഗ്രഹിക്കാത്ത മനുഷ്യനില്ല എന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെ സക്സസ്ഫുൾ ആവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്കും വേണ്ടേ ഇത്തരത്തിലുള്ള ഒരു ഗൂഗിൾ മാപ്പ്? വേണം, തീർച്ചയായിട്ടും വേണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ളവർ ടെക്നോളജികളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാവുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള എക്സൈറ്റ്മെന്റ് നിറയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമ്മളുടെയൊക്കെ മക്കൾ ഉപയോഗിക്കാൻ പോകുന്ന ടെക്നോളജി എന്തായിരിക്കും അല്ലെ. ശരിക്കും സത്യമല്ലേ? 2050 നമ്മളുടെ ഇവിടുത്തെ ടാക്സി സർവീസ് എങ്ങനെയായിരിക്കും, ഇപ്പൊ ദുബായിലെ ടാക്സി സർവീസ് എങ്ങനെയായിരിക്കും, 2050 നമ്മളുടെ വീട്ടിലെ ഫ്ലിപ്കാർട്ടും ആമസോണിന്റെ ഒക്കെ ഡെലിവറി എങ്ങനെയായിരിക്കും, ഈ ടെക്നോളജികളൊക്കെ കാണാൻ നമ്മൾ ഉണ്ടാവുമോ? എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും ഇന്നത്തെ പേരൻസിന്റെ ഇടയിൽ ഉണ്ടാവുന്ന വലിയൊരു ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ വലിയൊരു ഡിസ്കഷൻസ് തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള ചിന്തകൾ എന്ന് പറയുന്നത്. അതെ, സക്സസ് എന്ന് പറയുന്നത് നമ്മൾ സക്സസ് ആവുക മാത്രമല്ല, നമ്മളുടെ വരും തലമുറ സക്സസ് ആവുന്നത് കാണാൻ കഴിയുക എന്നുള്ളത് വലിയൊരു സക്സസ് ആണ്. ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ടെക്നോളജീസ്, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI എന്ന് പറയുന്ന ഒരു യുഗമാണ് നമ്മൾ പറയുന്നത്. ശരിക്കും അല്ല, AI എന്ന് പറയുന്നൊരു യുഗം തുടങ്ങുക 2050 ആകുമ്പോൾ AI എന്ന് പറഞ്ഞ യുഗത്തിന്റെ പീക്ക് പെർഫോമൻസ് എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതൊക്കെ കാണാൻ നമ്മൾ ഉണ്ടാവുകയാണോ? അതൊരു ചോദ്യം തന്നെയാണ്. ശരിക്കും നമുക്ക് സാധിക്കുമോ? സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. എങ്ങനെ? അതെ, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ചലഞ്ചും ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ലോങ്ജിവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഇന്നത്തെ നോ യുവർ DNA സീരീസിൽ ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എനിക്കും അദ്ദേഹം വളരെ സ്പെഷ്യലാണ്. 10 വർഷമായിട്ട് അദ്ദേഹത്തിന് എനിക്കറിയാം. അദ്ദേഹം ഒരു പാലക്കാട് സ്വദേശിയാണ്. അഭിജിത്ത് എന്നാണ് പേര്. IT സ്പെഷ്യലിസ്റ്റ് ആണ്. IT മേഖലയിൽ അദ്ദേഹം BSc ഗ്രാജുവേഷൻ കഴിഞ്ഞ് അതിനുശേഷം IT മേഖലയിൽ തിരഞ്ഞെടുത്തു. അതിൽ നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അതിനുശേഷം സർവർ സൈഡിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനറും എക്സ്പേർട്ടായിട്ട് മാറി. അവിടെ നിർത്തിയില്ല അദ്ദേഹത്തിന്റെ വളർച്ച. അദ്ദേഹം ഇന്ന് ക്ലൗഡിൽ, അതായത് മൈക്രോസോഫ്റ്റിന്റെ അഷ്യൂർ എന്ന് പറഞ്ഞ മേഖലയിലായാലും, AWSന്റെ ആമസോണിന്റെ ക്ലൗഡിലെ സർവീസിലാണെങ്കിലും, റെഡ് ഹാറ്റിന്റെ സെർവർ മേഖലയിലാണെങ്കിലും, നെറ്റ്വർക്കിൽ പല മേഖലയിൽ പല രീതിയിൽ പ്രാഗൽഭ്യം തെളിയിച്ച IT ഇൻഡസ്ട്രിയിലോ ട്രെയിനിങ് ഫീൽഡിലായിക്കോട്ടെ, IT കൺസൾട്ടന്റ് ആയിക്കോട്ടെ, ഒരുപാട് മേഖലയിൽ പ്രവർത്തിച്ച് എക്സ്പീരിയൻസ് ഉള്ള, പ്രാഗൽഭ്യം തെളിയിച്ച ഒരു ഗ്രേറ്റ് പേഴ്സൺ തന്നെയാണ്. ശരിക്കും അഭിജിത്തിന്റെ ഈ ഒരു ജേർണിയിൽ എന്തുകൊണ്ടാണ് നോ യുവർ DNA സീരീസിൽ അഭിജിത്ത് ഗസ്റ്റ് ആയിട്ട് വരാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഒരു ചേഞ്ച് തന്നെയാണ്. ചേഞ്ച് എന്ന് പറയുന്നത് അഭിജിത്ത് എന്ന് പറഞ്ഞ വ്യക്തിയിലുള്ള ഒരു ചേഞ്ച് അല്ല താങ്കളെ സെലക്ട് ചെയ്യാൻ കാരണം. വേറൊന്നുമല്ല, പാലക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലം, പാലക്കാടിലെ ഒരു നാട്ടുമ്പുറം. അഭിജിത്തിനോട് ഞാൻ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിജിത്ത് എക്സൈറ്റഡ് ആയിരുന്നു അഭിജിത്തിന്റെ നാട്, അവിടുത്തെ ശുദ്ധമായ വായു, അവിടുത്തെ ശുദ്ധജലം, അവിടുത്തെ വീട്ടിൽ കഴിക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്ത് കിട്ടുന്ന ശുദ്ധമായ ഭക്ഷണമൊക്കെയാണ്. ശരി, അതെ, ഗ്രാമീണ ഭംഗി. അപ്പൊ എപ്പോഴും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. അവിടെ ശരിക്കും ഞങ്ങൾ കരുതിയിരുന്ന ഒരു ഒപ്റ്റിമൽ ഹെൽത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്നതും ഗുഡ് ആയിട്ടുള്ള ഫുഡ്, ഗുഡ് ആയിട്ടുള്ള വാട്ടർ, ഗുഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് അല്ലെ, എയറും എല്ലാ കാര്യങ്ങളും, കറക്റ്റ് സമയത്ത് ഉറങ്ങുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് കൊച്ചിയിലേക്ക് ഒരു വലിയ ലോകത്തിലേക്ക് എത്തുമ്പോൾ ശരിക്കും ഏറ്റവും കൂടുതൽ ചലഞ്ച്, ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ചലഞ്ച് ഇതൊക്കെ തന്നെ ആയിരുന്നിരിക്കും. ശരിയല്ലേ? എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യത്തെ ദിവസം കൊച്ചിയിൽ വന്ന ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ഞാൻ വൈകുന്നേരം ഞാനിങ്ങനെ റൂമിലൊക്കെ വന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ നടക്കാൻ ഇറങ്ങി. ഞാൻ പറഞ്ഞു, എടാ ഇത് സെറ്റാവുന്നില്ല, ഞാൻ തിരിച്ചു വരുവാണ്, തിരിച്ച് നാട്ടിലേക്ക് വരും, നമുക്ക് പറ്റത്തില്ല ഇവിടെ എന്ന് പറഞ്ഞ ഒരാളാണ്. 8 വർഷം ഇപ്പൊ കൊച്ചിയിൽ
ഇപ്പോ എനിക്ക് തോന്നുന്നു 2017 മുതലുണ്ട്, ഏകദേശം 8-9 വർഷം ആവുന്നു. 8 വർഷം ആ ഒരു എക്കോസിസ്റ്റത്തിൽ നിന്ന് മാറി ഈ ഒരു എക്കോസിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഹെൽത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നിരിക്കും. തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളുണ്ട്. കാരണം ഇപ്പോൾ നാട്ടിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസ് പറയുന്ന പോലെ തന്നെ വീട്ടിൽ നെൽകൃഷിയുണ്ട്. അപ്പോൾ അത് അവിടെ നിന്നുണ്ട്, പച്ചക്കറികളുണ്ട് 4 ചുറ്റും, എല്ലാത്തിനും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം അവിടെ നിന്നുണ്ട്. പിന്നെ നമുക്കത് ഇഷ്ടമാണ്, നമ്മളത് കഴിക്കുന്ന ആളുകളുമാണ്. അതും ഇവിടുന്ന് വന്ന് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലും നമ്മളുടെ ചേഞ്ചസ് എന്ന് പറയുന്നത് ഭീകരമായിരുന്നു. പല കാര്യങ്ങളും നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ. പക്ഷെ ലൈഫ് കുറച്ചും കൂടെ ഈസിയർ ഇവിടെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതെ, ശരിക്കും ആ അഭിജിത്ത് ഇപ്പോഴാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നതെന്ന് പറയുമ്പോഴാണ് എന്നിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയത്. ശരിക്കും നിങ്ങളിലും ഉണ്ടാവും അത്തരത്തിലുള്ള എക്സൈറ്റ്മെന്റ്. അത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിൽ റിവീൽ ചെയ്യുന്നുണ്ടാവും. ആ ഒരു റീസൺ തന്നെയാണ് നോ യുവർ DNA സീരീസിന്റെ ആദ്യത്തെ ഗസ്റ്റ് ആയിട്ട് അഭിജിത്ത് വരാൻ കാരണം. അഭിജിത്ത്, വെൽക്കം ടു അവർ പ്രോഗ്രാം. വെൽക്കം, താങ്ക് യു. സോ ബോൺസാറിനെ കൂടെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആക്ച്വലി എന്നെ പല കാര്യങ്ങളിലും ഇപ്പോൾ നമുക്ക് എല്ലാവരും ഇന്നത്തെ ഒരു യങ്സ്റ്റേഴ്സിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് മെൻറ്റർ എന്ന് പറയുന്നത്. സോ എൻ്റെ ലൈഫിൽ, എൻ്റെ കരിയറിൽ, എൻ്റെ പ്രൊഫഷണൽ ബിസിനസ്സിലൊക്കെ മെൻറ്റർ ചെയ്യുന്ന എൻ്റെ ഗ്രേറ്റ് മെൻറ്ററാണ്. ആൻഡ് മോർ ഓവർ ഹീസ് ഇൻ ടു ദിസ് ലൈക്ക് ബിസിനസ്സിലോട്ടാണെങ്കിലും IT-ലോട്ടാണെങ്കിലും കഴിഞ്ഞൊരു 15 വർഷത്തിന് മുകളിലായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വെൽ എക്സ്പേർട്ടാണ്. And it's really happy to share a screen space with him and for discussing like ഈ ഒരു വളരെ സ്പെസിഫിക് ആയിട്ട്, അല്ലെങ്കിൽ ഇനി എനിക്ക് തോന്നുന്നു 2030 ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇന്നേ ഡിസ്കസ് ചെയ്യാന്ന് പറയുന്ന ഈ ഒരു കാര്യത്തെ, അല്ലെങ്കിൽ ഈ ഒരു മൊമെന്റ്സ് എന്ന് പറയുന്നത് വളരെ വളരെ സ്പെഷ്യലാണ്. ശരിക്കും സത്യമാണ്. കാരണം ഞാനെപ്പോഴും പറയുന്നത് മെഡിക്കൽ സയൻസിൽ തന്നെ ഏറ്റവും വൈകി ഡെവലപ്പ് ചെയ്ത ഒരു ടെക്നോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജെനറ്റിക്സ് എന്നാണ്. ഇപ്പോൾ ആന്റി ഏജിങ്ങിൽ തന്നെ ഇപ്പോൾ വലിയൊരു കണ്ടുപിടുത്തം വന്നിട്ടുണ്ട്. 2 ലെവലിലാണ്. നമ്മളൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യം പറയുന്ന കാര്യം എത്രത്തോളം പ്രാക്ടിക്കലാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും പ്രാക്ടിക്കൽ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ രണ്ടാമത്തെ കാര്യം പ്രാക്ടിക്കലാണ് ആന്റി ഏജിങ്ങിൽ, അത് എപ്പിജെനറ്റിക്സ് ആണ്. സോ ആ എപ്പിജെനറ്റിക്സിലാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് നോ യുവർ DNA എന്നാണ്. നോ യുവർ DNA എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് പ്രോഗ്രാം? നമ്മളെ കുറിച്ച് അറിയുക, നമ്മൾ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും, നമ്മൾ എന്തായി തീരും എന്നുള്ളത് ഓൾറെഡി റിട്ടേൺ ആണ് എന്ന് പലപ്പോഴും നമ്മുടെ പൂർവികരൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് സയന്റിഫിക്കലി പറയാൻ സാധിക്കും നമ്മൾ എന്താണ്, നമ്മൾ എങ്ങനെയാണ്, നമ്മൾ എന്തായി തീരും എന്നുള്ളത്. അതിനെയാണ് നമ്മൾ നോ യുവർ DNA എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, നമ്മളുടെ ജനിതക സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മുടെ DNA-യിലൂടെ നമ്മളൊന്ന് കടന്നു ചെന്ന് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി നമ്മളുടെ ബിഹേവിയറും നമ്മളുടെ DNA-യുടെ ഒരു നേച്ചർ എല്ലാം മനസ്സിലായിക്കൊണ്ട് നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മൾ എങ്ങനെ ആയിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നറിയുന്ന പ്രോഗ്രാമാണ് നമ്മൾ നോ യുവർ DNA. ആ പ്രോഗ്രാമിൽ നമ്മൾ ഇട്ടിരിക്കുന്ന പേര്, നമ്മൾ പറയുന്ന നമ്മളുടെ പ്രോഗ്രാമിന്റെ ജെനറ്റിക് പ്രോഗ്രാം, എപ്പിജെനറ്റിക്സ് പ്രോഗ്രാമിന്റെ പേര് decode.me എന്നാണ്. അഭിജിത്ത് വളരെ ഭംഗിയായിട്ട് ഹാപ്പി ആയിട്ട് decode.me പ്രോഗ്രാമിന്റെ പാർട്ടാവുകയും ആ decode.meയുടെ ബേസിൽ ഇന്ന് ലൈഫ് ഒരു റിയൽ ഒപ്റ്റിമൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഗ്രേറ്റ് പേഴ്സൺ തന്നെയാണ്. ശരിക്കും നോ യുവർ DNA പ്രോഗ്രാമിലൂടെ അതിന്റെ പാർട്ടായതിനു ശേഷം അറിഞ്ഞോ എന്താണ് താങ്കൾ എന്നുള്ളതും താങ്കളുടെ DNA എന്താണെന്നുള്ളതും? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ നമ്മള് പലപ്പോഴും കുറെ ബുക്സും അല്ലെങ്കിൽ കുറെ അധികം യൂട്യൂബ് വീഡിയോസും കുറെ അധികം യാത്രകളും ഒക്കെ മനുഷ്യന്മാർ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അവർ പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് സ്വയം കണ്ടെത്താനാണ്, അവനവനെ കണ്ടെത്താനാണ്, അവനവന്റെ എന്താ പറയുക ലക്ഷ്യം കണ്ടെത്താനാണ് എന്നൊക്കെ പറയും. ചില ആൾക്കാർ പറയും, ചില മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒക്കെ പറയും ലക്ഷ്യം അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്ന സാധനമില്ല, അതൊരു ജേർണി ആണെന്നൊക്കെ പല ആൾക്കാരും പറയും. അങ്ങനെ പല പല അഭിപ്രായങ്ങളുണ്ടല്ലോ ഇതിനെക്കുറിച്ച്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനവനെ കുറിച്ച് മനസ്സിലാക്കാൻ ആദ്യം നമ്മൾ നമ്മുടെ ഉള്ളിലോട്ടാണ് നോക്കേണ്ടത് എന്ന് പണ്ട് ആരൊക്കെയോ വലിയ മഹാത്മാന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ജെനറ്റിക്സിനെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ എന്താ പറയുക മീനിങ്. പലപ്പോഴും നമ്മൾ പലതിൻ്റെയും മീനിങ് നമ്മൾ തിരിച്ചറിയുന്നത് വേറെ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴായിരിക്കും. അപ്പൊ അവനവന്റെ ഉള്ളിലോട്ട് നോക്കാന്ന് പറയുന്ന ഒരു പക്ഷേ DNA കുറിച്ചും ജീനിനെ കുറിച്ചിട്ടും ആയിരിക്കാം പണ്ടത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ടാവുക. നമുക്കറിയാം ഇന്നും ശാസ്ത്രമൊന്നും ഒട്ടും വളരാത്ത കാലത്തും എഴുതി വെച്ച കാര്യങ്ങൾ ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് വലിയ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളുള്ള കാര്യങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അവനവന്റെ ഉള്ളിലോട്ട് നോക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ജീനിനെ കുറിച്ചും DNA കുറിച്ചും ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ പരാമർശിച്ചിട്ടുണ്ടാവാം. അപ്പൊ നമ്മളെക്കുറിച്ച് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ ഏറ്റവും
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എനിക്ക് ആദ്യമായിട്ട് എവിടുന്നാണ് ഈ decode.me അല്ലെങ്കിൽ know your DN എന്ന് പറയുന്ന കോൺസെപ്റ്റ് കേൾക്കുകയും കേട്ടിട്ടുണ്ടെങ്കിൽ പോലും എന്തായിരിക്കും അതിൽ കൺവിൻസ് ചെയ്തൊരു പാടുണ്ട്, പ്രത്യേകിച്ച് ഒരു ടെക്നിക്കലി നിൽക്കുന്ന ഒരു ടെക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു യങ് ഏജിൽ സംബന്ധിച്ചുള്ള ഹെൽത്തിനെ കുറിച്ചൊന്നും ഞാനൊന്നും എൻ്റെ ഏജിലൊന്നും കോൺഷ്യസ് ഒന്നും അല്ല, വളരെ യങ് ആയിട്ടിരിക്കുന്ന ടൈമിന്. അപ്പോൾ എന്തായിരിക്കും, എവിടുന്നായിരിക്കും ആദ്യം കേട്ടത്, എന്തായിരിക്കും അഭിജിത്തിനെ കൺവിൻസ് ചെയ്ത പാട്ട് എന്തായിരുന്നു? ഞാൻ ശരിക്കും ഇതിൻ്റെ ഒരു പ്രീവിയസ് ഫോമാണ് ഞാൻ ആദ്യം കേട്ടിട്ടുണ്ടായിരുന്നത്. ഒരു എനിക്ക് തോന്നുന്നു ഒരു 2022 21-22 ആ 3 വർഷം മുന്നേ. അപ്പൊ പിന്നെ DNA നമ്മൾ തീർച്ചയായിട്ടും DNA ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷെ അതിന്റെ അർത്ഥം പലപ്പോഴും മാറ്റം ഉണ്ടാവും. അച്ഛനാരാണ് അല്ലെങ്കിൽ ആരാണ് മറ്റേ വിക്ടിം ആരാണ് അല്ലെങ്കിൽ പ്രതി ആരാണെന്ന് കണ്ടുപിടിച്ചതാരാണെന്ന് തിരിച്ചറിയുക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ ഇത് കേട്ടിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് ഞാൻ ഇതിന്റെ ഒരു പ്രീവിയസ് ഫോം കേട്ടു. അപ്പോഴൊന്നും പക്ഷെ നമ്മൾ വളരെ അധികം അതിനെക്കുറിച്ച് കോൺഷ്യസ് അല്ല. ശരിക്കും പറഞ്ഞാൽ ഈ 2025 ജനുവരിയിലാണ് ഞാൻ ഇത് എടുക്കാനുള്ളൊരു ഡിസിഷനിലോട്ട് എത്തുന്നത്. ഒന്ന് പലപ്പോഴും അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷം ഏകദേശം ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് നേരത്തെ എടുത്ത് നന്നായിരുന്നു എന്നുള്ളൊരു റിഗ്രറ്റ് തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞ 2 വർഷമായിട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 23,000 സംതിങ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാനിങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നു, നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മളത് ക്ലെയിം ചെയ്യുന്നത്. 3 വർഷം കഴിഞ്ഞാലേ ഒരു പീരീഡ് ഉണ്ടാവും, അത്രയും ഉണ്ടാവും. പിന്നെ നമുക്ക് എന്തെങ്കിലും വന്നാൽ മാത്രമാണല്ലോ നമ്മളത് ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യം കേട്ട സമയത്ത് ഇതിന്റെ കോസ്റ്റിനെ കുറിച്ച് വളരെ മികച്ച രീതിയിൽ കൺസേൺഡ് ആയതുകൊണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ എടുക്കാൻ. പക്ഷെ ഞാൻ ഇത് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ പേ ചെയ്യാൻ തുടങ്ങിയ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ കുറച്ചും കൂടെ നമ്മൾ ആധികാരികമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ നോക്കിയ സമയത്ത് ഇതൊരു കോസ്റ്റേ അല്ല. DNA ടെസ്റ്റിനൊക്കെ ലക്ഷങ്ങൾ വിലയാവും പറയുന്നത് എനിക്കറിയില്ല DNA ടെസ്റ്റിന്റെ കോസ്റ്റ് എന്താണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ പറയാലോ, ഒരു പനി വന്ന് നിങ്ങളൊരു ഹോസ്പിറ്റലിൽ കയറി നിങ്ങളുടെ യൂറിൻ, ബ്ലഡ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം 3 ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു, ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പോയിട്ട് ഫാർമസിയിൽ പോയിട്ട് അവരെ എഴുതി തന്ന ഒരു മെഡിസിൻ മേടിച്ചാൽ I can assure that minimum it will cost up to 5,000 rupees. തീർച്ചയായിട്ടും. റൈറ്റ്, തീർച്ചയായും. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ വിസിറ്റിന് അത്രയും ചെലവാക്കാൻ പറ്റുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പല കണ്ടീഷനും പല കാര്യങ്ങൾക്കും വേണ്ടി ലക്ഷങ്ങളും ആയിരങ്ങളും ചെലവാക്കുന്ന നമുക്ക്, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസിൽ കയറി ഒരു ഫാമിലിക്ക് മുഴുവൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി 10,000 15,000 ഒക്കെ സ്പെൻഡ് ചെയ്യുന്ന നമുക്ക് ലൈഫിൽ ഒരു തവണ ഒരു ടെസ്റ്റിന് വേണ്ടി, അതും ലൈഫ് ലോങ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന, ഏത് സാഹചര്യത്തിലും നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്ന, ഏത് സാഹചര്യത്തിലും അത് വിലയിരുത്തി അതിനനുസരിച്ചിട്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടെസ്റ്റിന് ഈ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മൾ പറയില്ല അണ്ടർ വാല്യൂഡ് എന്നൊക്കെ പറയും. ഞാൻ ആക്ച്വലി ചെയ്തിട്ടുണ്ടായിരുന്നത് 35,000 ആയിരുന്നു. ഓക്കെ. വെയിറ്റ് എത്രയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ഫില്ലപ്പ് ചെയ്ത് അയച്ചു കൊടുത്തു. എന്നിട്ട് അറൗണ്ട് ഒരു 1 വീക്കോളം പ്രോസസ്സ് ചെയ്തിട്ട് എനിക്ക് വേറൊരു റിപ്പോർട്ട് കിട്ടി. റെക്കമെൻഡേഷൻ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം, ഒരു റെക്കമെൻഡേഷൻ റിപ്പോർട്ട് ഉണ്ട്. റെക്കമെൻഡേഷൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ
എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല. റിപ്പോർട്ട് വായിച്ചാൽ മതിയോ? നമുക്ക് ഇതെല്ലാം റിപ്പോർട്ടോടെ കാര്യം കഴിഞ്ഞു. ഒരു 67-70 പേജോളം വരുന്ന റിപ്പോർട്ട്. അതെങ്ങനെ നമ്മൾ വായിച്ചത് മനസ്സിലാക്കുക ഡിഫിക്കൽട്ട് അല്ലേ? അതിന് നമുക്ക് സമ്മറൈസ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇപ്പൊ ChatGPT ഒക്കെ ഉണ്ടാവുമ്പോഴത്തേന് സമ്മറൈസ്. ഇത് ആരെങ്കിലും പറഞ്ഞു തരുമോ? നമുക്ക് ജനറ്റിക് കൗൺസിലിംഗ് ഉണ്ട്. ജനറ്റിക് കൗൺസിലിംഗ് ഉണ്ടല്ലേ? ജനറ്റിക് കൗൺസിലിംഗിൽ നമ്മൾ പോകുമ്പോൾ ഈ റിപ്പോർട്ടുകൾ വെച്ചിട്ട് നമുക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഓപ്റ്റ് ചെയ്യാം. അപ്പൊ അവര് ഈ റിപ്പോർട്ടുകൾ വെച്ച് നമുക്ക് 1-to-1 കൗൺസിലിംഗ് തരും. എന്തായിരുന്നു റിപ്പോർട്ട് കിട്ടിയതിന് ശേഷവും ജനറ്റിക് കൗൺസിലിംഗ് ചെയ്തതിന് ശേഷവും ഉള്ളൊരു എക്സ്പീരിയൻസ്? ജനറ്റിക് കൗൺസിലിംഗിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പൊതുവെ കൗൺസിലിംഗുകൾ നമുക്ക് എപ്പോഴും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കൗൺസിലിംഗ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ശരിക്കും വളരെ റിലാക്സ്ഡ് ആയിരിക്കും. നമ്മൾ സാധാരണ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ സംസാരിക്കുന്നതിലും ഒരു എക്സ്പേർട്ട് ആയിരിക്കും നമ്മൾ കൗൺസിൽ ചെയ്യുക. അപ്പൊ കൗൺസിൽ ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മൾക്ക് അറിയാനുള്ള ഒരു കൗതുകം ഉണ്ടാവും. നമ്മളുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ അതിനെക്കുറിച്ച് പ്രിപ്പയർഡ് ആവാറുണ്ട്. എങ്ങനെയായിരുന്നു കൗൺസിലിംഗ് എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു കൗൺസിലിംഗ്? രസമായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു, എന്റെ വൈഫും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് അറ്റൻഡ് ചെയ്തത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുമ്പോൾ അവർക്കും വൈഫ് വരണമെന്ന് പറഞ്ഞു. അവള് വരണമെന്ന് പറഞ്ഞ, അതായത് അറിയണം എന്താണെന്ന് അറിയണം. അതൊരു നല്ല കാര്യമാണ്. കാരണം കൂടെ ബിഗ്ഗസ്റ്റ് റിസ്ക് എന്ന് പറയുന്നത് ഒരു ഫാമിലി. ഇപ്പോ ശരിക്കും പറഞ്ഞാല് ദുബായിലും ഖത്തറിലും ഒക്കെ മാരേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനറ്റിക് എന്ത് ചെയ്യണം? അറിയണം, ടെസ്റ്റ് ചെയ്യണം. ശരിക്കും അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ജീവിത പങ്കാളിയാണ് ഏറ്റവും വലിയ റിസ്ക് എടുക്കുന്നത്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവരാണ്. അവരറിഞ്ഞിരിക്കണം. വളരെ നല്ല കാര്യമാണ്. വൈഫിന് എന്റെ ഒരു കൺഗ്രാറ്റ്സ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് കൗൺസിലിംഗ്? ലൈക്ക് ഞാൻ ആ റിപ്പോർട്ട് കണ്ടു. റിപ്പോർട്ട് ആദ്യം വായിച്ചപ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ല. കാരണം അതിനകത്ത് ജീനോടൈപ്സുള്ള കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് സയന്റിഫിക് ആയിട്ടുള്ള സംഭവം നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇൻഡിക്കേറ്റേഴ്സ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്താണ് കണ്ടീഷൻ. കളേഴ്സ് ഉണ്ട് അതിനകത്ത്. നമ്മുടെ ഈ ആക്സിലേറ്റർ കൂട്ടുമ്പോ ഇങ്ങനെ സ്പീഡോമീറ്റർ പോലെ അതേപോലെ മീറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഹൈ റിസ്ക് ആണോ, ലോ ആണോ, നോർമൽ ആണോ, ഇന്റർമീഡിയറ്റ് ആണോ, ഹൈ ആണോ എന്ന് അറിയാം. ഏതൊക്കെയാണ്? ലോ ആണോ, നോർമൽ ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഉണ്ട്, ഹൈ റിസ്ക് ഉണ്ട്. ഹൈ റിസ്ക് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനല്ല, ഇന്റർമീഡിയറ്റും നമ്മൾ നോക്കണം. ലോ റിസ്ക് ആണ് ടെൻഷൻ അടിക്കണ്ട. അതായത് സത്യം പറയാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങള്, ടെൻഷൻ അടിക്കേണ്ട പാടില്ലാത്ത കാര്യം ഒക്കെ അറിയാൻ പറ്റും. നമുക്ക് ലൈക്ക് നമ്മള് ഓവർ തിങ്ക് ചെയ്യാന്നൊക്കെ പറയില്ലേ. പല ആൾക്കാരും പല കാര്യങ്ങളെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യണ്ട. നമുക്ക് എന്തിനെ കുറിച്ച് നമ്മൾ വെറീഡ് ആവണം, അല്ലെങ്കിൽ എന്ത് മാനേജ് ചെയ്യണം എന്ന് കൃത്യമായിട്ട് അറിയാം. ഈ 254-275 കണ്ടീഷൻസ് എന്നാണല്ലോ അതിനോട് പറഞ്ഞിരുന്നത്. അതിലൊരു 200 കണ്ടീഷൻ ഹൈ റിസ്ക് ആയിരുന്നോ? അത്രയൊന്നുമില്ല. എത്ര കണ്ടീഷൻസ് ഇല്ല? അതിനകത്ത് കണ്ടീഷൻസ് വളരെ കുറവാണ്. ഹൈ റിസ്ക് ഒരു 10 കറക്റ്റ് പറയണെന്നാലും ഒരു 10-15 അങ്ങനെ എങ്ങാണ്ടോ. അത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. നമ്മള് അത് ശ്രദ്ധിച്ചാൽ മതി കൂടുതൽ. എന്നാൽ ബാക്കിയുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്നല്ല, പക്ഷെ ബാക്കിയുള്ളത് നമ്മൾ മാനേജ് ചെയ്ത് പോയാൽ മതി. എന്നാൽ ഒരു സാധനം ലോ റിസ്ക് ആണെന്ന് വെച്ചിട്ട് അതിനെ കൂടുതൽ ട്രിഗർ ചെയ്യാം. എനിക്ക് ഷുഗർ വരില്ല എന്നുകൊണ്ട് ഞാൻ കുറെ പഞ്ചസാര അങ്ങനെയല്ല. പക്ഷെ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. അല്ലെങ്കിൽ അത് എനിക്ക് ലോ റിസ്ക് ആണ്. അപ്പൊ ഞാൻ എന്റെ ലൈഫ് സ്റ്റൈലിൽ അത് വലിയ രീതിയിൽ ഭയങ്കരമായിട്ട് ഓവർഡോസ് കൊടുത്താൽ മാത്രമായിരിക്കും ഒരു പക്ഷെ അത് ട്രിഗേർഡ് ആവുന്നുണ്ടാവുക എന്ന് മാത്രമാണ്. ശരിക്കും നമ്മൾ ആദ്യം പറഞ്ഞൊരു ഒപ്റ്റിമൽ ഹെൽത്ത് ചേഞ്ചിലേക്ക് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ഈ ബിഫോർ ഡീകോഡ് ആൻഡ് ആഫ്റ്റർ ഡീകോഡ് എങ്ങനെയുണ്ട് ആ ഒപ്റ്റിമൽ ഹെൽത്തിനെ കുറിച്ചുള്ളൊരു? ഞാൻ എൻ്റെ ഒരൊറ്റ കണ്ടീഷൻ ഞാൻ പറയാം. എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിൽ വലിയ ചേഞ്ച് കൊണ്ടുവന്ന ഒരൊറ്റ കണ്ടീഷൻ. ആ ഒറ്റ കണ്ടീഷൻ മതി എൻ്റെ ലൈഫിൽ. എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ വർത്തി എന്ന് പറയാൻ കാരണം, ഞാൻ എല്ലാ ദിവസവും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, അറിയാലോ. ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. നമ്മൾ ക്ലാസ്സിലാണ് നിൽക്കുന്നത്, ഒരുപാട് സ്റ്റുഡൻസിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. ഈ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എല്ലാ ദിവസവും ബ്ലോട്ടിംഗ് ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എവറി ഡേ ബ്ലോട്ടിങ്, എവറി ഡേ നമുക്ക് ഇങ്ങനെ ഗ്യാസ്ട്രിക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇഷ്യൂസ്, ഞാൻ എനിക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഈസോഫാഗിൽ അടിച്ചു പോവോ, കത്തിപ്പോവോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അത്രയും നമുക്ക് ഭയങ്കര സഫോക്കേഷൻ. അപ്പം ഞാൻ ഇത് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വലിയ ഡിഫിക്കൽട്ടായിരുന്നു ഇത്. അപ്പം ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഫുഡ് ഹാബിറ്റ്സ്, ഇപ്പം നമ്മൾ ചില ആൾക്കാർ പറയില്ലേ ചില ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ മധുരം കഴിച്ചാലാണ് ഇത് വരിക എന്ന് ചിലർ പറഞ്ഞു. മധുരം കഴിച്ചാൽ ചില ആൾക്കാർക്ക് പുട്ടൊക്കെ കഴിച്ചു, അരിപ്പുട്ട് കഴിച്ചുണ്ടാവും. എന്റെ ഫേവറേറ്റ് ആ പുട്ട്. പുട്ടായിരുന്നോ കാരണക്കാരൻ? പുട്ടായിരുന്നോ കാരണക്കാരൻ എന്ന് കഴിഞ്ഞാൽ പുട്ട് മാറ്റി
മാറിയില്ല. ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പുട്ട് ടെസ്റ്റ് ചെയ്യുന്ന പുട്ടൊക്കെ മാറ്റി. ഷുഗർ ആയിരുന്നു? ഷുഗർ കട്ട് ചെയ്തു. ഈ പരീക്ഷണങ്ങളൊക്കെ ഡീകോഡിന് മുമ്പായിരുന്നു? എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡീകോഡിന് ശേഷം എന്തായിരുന്നു? കഴിക്കാതെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഇരുന്നുണ്ട്, ലഞ്ച് കഴിക്കാതെ ഇരുന്നിട്ടുണ്ട്, ചായ പോലും കുടിക്കില്ല. ഇന്റർമീഡിയറ്റ് ആയിട്ട് ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ? ചായ കുടിക്കാറുണ്ട്, ചായ കുടിക്കാറുണ്ട്. ഓക്കെ. പക്ഷെ അവനായിരുന്നു വില്ലൻ. ഈ പറഞ്ഞ പോലെ ചായ ആയിരുന്നു വില്ലൻ. ചായ നമ്മൾ ഒരു ദിവസം 10 ചായയൊക്കെ കുടിക്കും. കൊച്ചിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ 10 ചായ 12 ചായയൊക്കെ. മൂന്നാറൊക്കെ അഭിമാനം എന്ന് പറഞ്ഞാൽ എത്ര ചായ കുടിച്ചു എന്നുള്ളതാ. ചായ കുടിക്കാൻ വേണ്ടി മൂന്നാർ പോവാ. അതെ. പക്ഷെ ഈ ഇപ്പൊ നമ്മള് പൊതുവെ നമ്മള് ചായ കുടിക്കുന്ന എന്താ, ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഉന്മേഷം കിട്ടും, ഉറക്കം ഓണാവുന്നൊക്കെ പറയും. പക്ഷെ ഈ ചായ എന്ന പ്രശ്നം, എനിക്ക് ലാക്ടോസ് ഇൻടോളറന്റ് ആയിരുന്നു. ലാക്ടോസ് ഇൻടോളറന്റ് എന്ന് പറയും, ഇൻടോളറൻസ്. അപ്പൊ ഞാനിത് ഡീകോഡ് എടുത്തതിന് ശേഷം എനിക്ക് മനസ്സിലായി ഞാൻ ലാക്ടോസ് ഇൻടോളറന്റാ. എന്ന് വെച്ചാൽ മിൽക്കിനകത്തുള്ള ഒരു ഷുഗറാണ് ലാക്ടോസ്. ഇത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്റെ ബോഡിക്ക് ഇല്ല. അതായത് പാല് കുടിക്കാൻ പാടില്ല. പാലെന്നല്ല, ഡയറി പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പാല്, വെണ്ണ ഒന്നും പറ്റില്ല, അതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹൈലി പ്രോസസ്ഡ്. പാല് നല്ലതാണെന്നല്ലേ പറയാ? ഓഫ് കോഴ്സ് പാല് നല്ലതാ, എല്ലാവർക്കും നല്ലതാന്ന് പറയുന്നില്ലല്ലോ. അഭിജിത്തിന് പാല് നല്ലതായിരിക്കില്ല. ഓക്കെ. ഇപ്പൊ പണ്ടാരോ പറഞ്ഞിട്ടില്ലേ, വൺസ് മാൻ, അതെ, ഒരാളുടെ ഭക്ഷണം മറ്റൊരാൾക്ക് പോയിസൺ ആണെന്ന് പറഞ്ഞ പോലെ തന്നെ. അതെ, ഇതൊരു പുതിയൊരു അറിവ് തന്നെയാണ് ശരിക്കും. ഇത് റിപ്പോർട്ട് വന്ന് ഞാൻ എന്ത് ചെയ്തു, നമുക്കിത് പൊതുവെ ഒരു ആൻസൈറ്റിയും എക്സൈറ്റ്മെന്റും ഉണ്ടാവുമല്ലോ, ഇത് ശരിയാണോന്ന് അറിയണമല്ലോ. സംഭവമൊക്കെ ശരിയാണ്. പാവ അരിപ്പൂട്ടിനെ വില്ലനാക്കി എടുത്തിപ്പോ പാല് വില്ലനായിട്ട് മാറ്റിയ ശേഷം എന്തായിരുന്നു വ്യത്യാസം? മാറ്റുന്നതിനാട്ടിൽ മുന്നേ ഞാൻ പരീക്ഷിച്ച് അറിയണമല്ലോ ഇത്. അതെ, ഓക്കെ. ഞാൻ ഇന്റൻഷനലി 2-3 വട്ടം എന്ത് ചെയ്തു, പാല് ഒഴിവാക്കി. ഒരു വട്ടം ഞാൻ ഇതേപോലെ എന്റെ ബ്രദർ ഇൻ ലോനെ ഞാൻ എയർപോർട്ടിൽ ആക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഞാൻ ചായ കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എയർപോർട്ടിൽ പോയിട്ട് ഞാൻ ഫസ്റ്റ് പോയത് അവിടുത്തെ ടോയ്ലറ്റിലോട്ടാണ്. കാരണം ഇത് ലാക്ടോസ് ഇൻടോളറന്റ് ഉള്ള ആളുകൾക്ക് പാല് കുടിച്ചു കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന ലൂസ് മോഷൻ, ബ്ലോട്ടിംഗ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ഒരു ഡ്രോബാക്സ് എന്ന് പറയുന്നത്, ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇന്റൻഷനലി യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ജീൻ കള്ളം പറയത്തില്ല, ഞാൻ കള്ളം പറഞ്ഞാലും ജീന് കള്ളം പറയത്തില്ല എന്ന് മനസ്സിലായി. സ്റ്റോപ്പ് ചെയ്തു. ഭയങ്കര ചേഞ്ചാണ്, ഭയങ്കര ഹാപ്പിയാണ്. എസ്പെഷ്യലി ഞാൻ ഹാപ്പിയർ ആവുന്ന ട്രിപ്പ് പോകുമ്പോഴാണ്. അന്ന് ട്രിപ്പ് പോകുമ്പോൾ മറ്റേ ഇതായിരുന്നു പ്രശ്നം, ചായ കുടിക്കുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുമല്ലോ. ചായ ഇല്ല, കട്ടൻ കുടിക്കും. ഇപ്പൊ റീസെന്റ് ഞാനൊരു മറ്റേ ലാക്ടോസ് ഫ്രീ മിൽക്ക് ഇവിടെ. അതുകൊണ്ടാണ് ലാക്ടോസ് ഫ്രീ മിൽക്ക് വരാൻ കാരണം അല്ലേ? അമൂലിന്റെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയതിന് ശേഷം അതിനുശേഷം അതുപോലെ എനിക്ക് മെയിൻലി ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫാറ്റിഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ എപ്പോഴും ക്ഷീണം, ഏത് സമയം. നമ്മൾ പറയില്ല ഉറക്കം ശരിയല്ലേ, എത്ര മണിക്കൂർ ഉറങ്ങും? ശരിയാ, 6 hours. ഞാനൊരു 12 മണിക്കൂർ ഉറങ്ങിയാലും എനിക്ക് ക്ഷീണം മതിയാവില്ല. എന്നാ ക്ഷീണോ, ഓക്കെ, പിന്നെ ക്ഷീണോ. ഇനി 6 മണിക്കൂറോ 3 മണിക്കൂറോ ഉറങ്ങിയാലും ക്ഷീണോ ആണ്. പവർ നാപ്പ് ഒന്നും ഇല്ല, പവർ നാപ്പ് എടുത്താലും ക്ഷീണമാണ്, മൊത്തത്തിൽ ക്ഷീണം. അപ്പൊ ഇത് എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ഇത് ഡീകോഡ് വന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത്, ഒന്ന് സിങ്ക് ഡെഫിഷ്യന്റ് ആണ്. മഗ്നീഷ്യം ഡെഫിഷ്യന്റ് ആണ്. വിറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ട്. വേറെ അയൺ ഡെഫിഷ്യൻസി. പോരെ, ഇത്രയൊക്കെ പോരെ. പക്ഷേ നമ്മളിത് എല്ലാം കഴിക്കാറൊക്കെ, ചിലർ കഴിക്കാറില്ല. ബട്ട് ഇതൊന്നും അറിയാതെയാണല്ലോ നമ്മളെല്ലാം കഴിക്കുക. ചില ആൾക്കാർ ഇപ്പൊ ചിലതൊക്കെ നമുക്ക് ഡേ ടു ഡേ ഡെയിലി ന്യൂട്രീഷൻ എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ഡെയിലി വേണ്ട തന്നെ. പക്ഷെ ഇതൊരു എൻ്റെ ഒരു ഇൻഫോംഡ് ചോയ്സ്. ശരിക്കും ഈ 4 സപ്ലിമെന്റ്സ് പ്രോപ്പറായിട്ട് കുറേ കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ? എൻ്റെ എനർജി ലെവൽസിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ. ഇപ്പം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ, ട്രെയിനിങ്സ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എനർജി ലെവൽസിൽ നമുക്ക് വരുന്നൊരു വേരിയേഷൻസ് ഉണ്ട്. പിന്നെ പല ആൾക്കാരും ഇപ്പോൾ നമ്മൾ വളരെ തമാശയ്ക്കാണെങ്കിലും പറയുന്നൊരു കാര്യമുണ്ട്, ഈ മൂഡ് സ്വിങ്സ് ഇപ്പം പെൺപിള്ളേർക്കാണ് അല്ലെങ്കിൽ സ്ത്രീകൾക്കാണ് പറയാം, അങ്ങനൊന്നുമല്ല. ആൺകുട്ടികളിൽ എത്രയോ ഇത് ഈ പറയുന്ന നമ്മൾ പറയല്ലോ, നമ്മുടെ ബോഡി എന്ന് പറയുന്നത് കുറെ കെമിക്കൽസ് ആണ്. ഇതിന്റെ ചില ഇൻബാലൻസുകളാണ് ഇതിനൊക്കെ റീസൺ ആയി. എന്തൊക്കെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊന്ന് പിന്നെ ഞാൻ കറക്റ്റ് ചെയ്തിട്ടുള്ളത്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹൈ റിസ്ക് ഉള്ള ഒരു ഫാക്ടർ കാർഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പേടിച്ചു പോകും നമ്മൾ ഈ റിപ്പോർട്ട് വരുമ്പോ, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും എന്നൊക്കെ പേടി. അങ്ങനെയാണോ? പേടിയൊന്നുമില്ല, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമുണ്ട് റിപ്പോർട്ട് വരുമ്പോൾ? എന്തിനു പേടിക്കേണ്ട ആവശ്യം ഇല്ല. ഒരിക്കലും നമ്മളൊരു ഹൃദ്രോഗി ആവുന്നല്ല പറയുന്നത്. അതിനുള്ള റിസ്ക് ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഞാൻ ഇതിനെ താരതമ്യം ചെയ്യാറുള്ളത്, ഇപ്പോൾ മണ്ണിന്റെ അടിയിൽ ഒരു വിത്ത് കിടപ്പുണ്ട്, അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ നമ്മൾ അതിനകത്ത് വെള്ളം ഒഴിക്കുന്നുണ്ടാവും.
വെള്ളം ഒഴിച്ചു അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്താൽ ഈ വിത്ത് വളരും, ഇത് തളിരിടും, വലിയൊരു മരമാവും അല്ലേ. ഈ വിത്ത് നല്ലതാണോ ചീത്തതാണോ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കാം നേരത്തെ കൂട്ടിയിട്ട്. അപ്പം നമുക്കത് തീരുമാനിച്ചൂടെ ഈ വെള്ളം ഒഴിക്കണോ വളം ഇടണോ വേണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് തീരുമാനിച്ചൂടെ. പലപ്പോഴും നമ്മൾ ഹൃദയത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴാണ്. അതെ, ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോഴാണ് ആദ്യം ഇൻഷുറൻസ് എടുക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ പുക വലിക്കരുതെന്ന് ഞാൻ അയാളോട് പറഞ്ഞിട്ടുള്ളതാണ്, ഹാർട്ടിനാണ് പ്രശ്നം. ശരിക്കും അറിയാം അല്ലെ. ശരിക്കും അതുകൊണ്ട് എന്തെങ്കിലും ഹാബിറ്റ്സ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെ ഹാബിറ്റ്സ് ആണ് പറഞ്ഞത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടോന്നാണ്? സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പുതിയ ഹാബിറ്റുകൾ തുടങ്ങിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എന്തൊക്കെ ഹാബിറ്റുകൾ തുടങ്ങിയിട്ടുണ്ട്? മെയിൻലി ഞാൻ പറഞ്ഞില്ലേ കാർഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാൻ ഒമേഗ-3 ഒന്നും ഞാൻ അങ്ങനെ കൺസ്യൂം ചെയ്യാത്ത ഒരാളായിരുന്നു. പക്ഷെ അത് കൺസ്യൂം ചെയ്ത് തുടങ്ങി. ജിമ്മിൽ പോവുകയാണെങ്കിലും കാർഡിയോ എക്സസൈസുകൾ ഞാൻ കൂടുതലായിട്ട് ചെയ്തു തുടങ്ങി. ജിമ്മിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഈ decode.me ചെയ്തതിന് ശേഷം ജിമ്മിൽ പോകാനുള്ള, നോർമലി ജിമ്മിൽ പോകുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ടാവുമല്ലോ, ബോഡി നന്നാകണം. അതല്ലാതെ എങ്ങനെയാണ് ഒരു മെന്റലി ഒരു നമ്മൾ പറയല്ലേ മോട്ടിവേഷനും നമ്മളെ ഒരാൾ ഇൻസ്പയർ ചെയ്യുന്ന രണ്ടാണ്. decode.meക്ക് ശേഷം ജിമ്മിൽ പോകാനുള്ള ഒരു പ്രവണത, അത് മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്തത്, അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു decode.me എന്ന് പറയുന്നത്? മോർ ഓവർ ഒരു നീഡായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഐ ഹാവ് ടു ബി റെസ്പോൺസിബിൾ ടു മൈ ഓൺ ഹെൽത്ത്. ഞാൻ എന്തിനു ജിമ്മിന് പോകുന്നു എനിക്ക് ഒരു ധാരണയുണ്ട് അല്ലെ. ആക്ച്വലി ജനറ്റിക്കലി നോക്കുകയാണെങ്കിലല്ലേ ഞാൻ ജിമ്മിൽ പോരുതാത്ത ഒരാളാണ്. കാരണം മോട്ടിവേഷൻ ടു എക്സസൈസ് എന്ന് പറയുന്ന ഒരു ജീനുണ്ട്, അത് എനിക്ക് ഭയങ്കര ലോ. അതറിയാൻ പറ്റും. അതായത് എനിക്ക് എക്സസൈസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ ഇല്ല. അതുകൊണ്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന എന്റെ ഫ്രണ്ട്സാണ്, ജിമ്മിൽ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ ഫ്രണ്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്. ആരെങ്കിലും മോട്ടിവേറ്റ് കൊണ്ടുകഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടിരിക്കും. അടിപൊളി. ജിമ്മിൽ തന്നെ എല്ലാ എക്സസൈസും ഒക്കെ ചെയ്യാൻ പറ്റുമോ? എല്ലാ മെഷീൻസും ഒക്കെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഹൈ ഇന്റൻസിറ്റി വർക്ക്ഔട്ട്സ് ഒന്നും പറ്റില്ല. എന്റെ QT ഇന്റർവെലിന് പ്രശ്നമൊന്നുമില്ല. QT ഇന്റർവെലൊക്കെ ലോ ആണ്, വലിയ ഹൈ റിസ്ക് ഉള്ള കാര്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഹൈ ഇന്റൻസിറ്റി വർക്ക്ഔട്ട്സ് എന്ത് ചെയ്യില്ല, ഒത്തിരി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇന്റർവെല്ലുകൾ എടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇന്റർവെൽസ് എടുത്ത് റെസ്റ്റ് എടുത്ത് അങ്ങനെ വേണം ചെയ്യാൻ. അല്ലാതെ കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് അത്ര നല്ലതല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ട്, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട്, ഇത് ഈ നമ്മുടെ ഈ ഒരു ബോൺ അല്ലേ, ഇത് ആർച്ച്ലെസ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു അല്ലേ, നമ്മള് വെയിറ്റ് ചെയ്യാൻ ജമ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന. ഭയങ്കര വേദനയോടെ തട്ടുമ്പോ. അപ്പോൾ ഈ ആർച്ച്ലെസ് ടെൻഡിനോപ്പതി എന്ന് പറയുന്ന ഒരു ഹൈ റിസ്ക് ഉണ്ട് എനിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇഞ്ചുറി വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് എനിക്ക്, ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഭയങ്കര കൂടുതലായതുകൊണ്ട് ഇപ്പൊ ജമ്പിങ് സ്ക്വാട്സ് ഒക്കെ നമ്മൾ ചെയ്യല്ലോ, അങ്ങനെ ചാടി ബോക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ജമ്പിങ് സ്ക്വാട്സ് അതൊക്കെ നമ്മൾ ചെയ്യല്ലോ. എന്ന് വെച്ചാൽ കൂടുതലായിട്ട് ജമ്പ് ചെയ്യുന്ന പരിപാടി, ഇതിന് ഒരുപാട് പ്രഷർ കൊടുക്കാതിരിക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ശരി. അതായത് എക്സസൈസിൽ തന്നെ ഏതൊക്കെ എക്സസൈസ് വേണം, ഏതൊക്കെ എക്സസൈസ് വേണ്ട, ഏതൊക്കെ എക്സസൈസ് ചെയ്താൽ ഏതൊക്കെ ബോഡി പാർട്ട് ഹെൽത്തി ആയിട്ടിരിക്കും, അത് അങ്ങനെ ചെയ്യാൻ പറ്റും. ശരിക്കും ഇതൊക്കെ ശരിക്കും ഇമ്പ്രൂവ് ചെയ്തെടുക്കാനും പറ്റില്ലേ ഇതിന്റെയൊക്കെ ബേസിൽ? ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. കാരണം നമുക്ക് അതിനെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള വർക്ക്ഔട്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതിനെ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മസിൽ റിക്കവറി ഭയങ്കര സ്ലോ ആണ്. അത് ഡീകോഡ് എന്ന് അറിഞ്ഞു തന്നെയാണ്. അപ്പൊ ഞാൻ പോയിട്ട് ഒരു ദിവസം തന്നെ ഒരു 3 മസിലിനൊക്കെ ഞാൻ ചെയ്തു, വർക്ക്ഔട്ട് ചെയ്തു. ഇതെങ്ങനെ റിക്കവർ ആവും? ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് അല്ലേ ശരിക്കും. കാരണം അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ 1 മസിൽ ഡേ ചെയ്യത്തുള്ളൂ. അപ്പൊ എനിക്ക് റിക്കവറി സ്ലോ റിക്കവറി ആണ്. പ്രോട്ടീൻ ഇൻടേക്കും പ്രോപ്പർ ആക്കാം. ഒരേ സമയത്ത് എന്റെ മസിൽ റിക്കവറി സ്ലോ ആണ്, അതേ സമയത്ത് എന്റെ മസിൽ ഇഞ്ചുറി റിസ്ക് ഹൈ ആണ്. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. അങ്ങനെ ഒരുപാട് ഡോട്ട്സ് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് നമ്മൾ ഈ ഹാർട്ടിനെ കുറിച്ചും എന്താ പറയാ മസിൽസിനെ കുറിച്ചും അല്ലാതെ നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിനെ കുറിച്ച്, നമുക്കിപ്പോ ലിവറിനെ കുറിച്ച് ആയിക്കോട്ടെ, കിഡ്നിയെ കുറിച്ച് ആയിക്കോട്ടെ, ഒക്കെ അറിയാൻ പറ്റും. എല്ലാം അറിയാൻ പറ്റും. ഇതിനകത്ത് ലിവർ ആൻഡ് ഗ്യാസ്ട്രോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഇതന്നെയുണ്ട്, കാറ്റഗറി തന്നെ. 90% ആൾക്കാർ ഇന്ന് ഗ്യാസ്ട്രിക് ആണ്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം, ഇപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത് ഇതുവരെ ഉണ്ടായതിനകത്ത് ഗ്യാസ്ട്രിക് ആണ്. 90% ആൾക്കാരും ഗ്യാസ്ട്രിക് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട് പല ആൾക്കാരുടെയും എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം യുവർ ഗട്ട് എന്നാണ്. അപ്പൊ ഗട്ട് അതെല്ലാം ശരിക്കും അറിയാൻ പറ്റും തീർച്ചയായിട്ടും അല്ലെ. ലിവറില് എന്തായിരുന്നു എക്സ്പീരിയൻസ്? ലിവറിന് എനിക്ക് ഇച്ചിരി റിസ്ക് ഉണ്ടായിരുന്നു. കൊളസ്ട്രോളിന്റെ തന്നെ അല്ല വേറെ റിസ്ക് ഉണ്ടായിരുന്നു, റിസ്ക് ഫാക്ടർ ഉണ്ട്. ഓക്കെ. അപ്പോ
അപ്പൊ അതും അതിനെ ട്രിഗർ ചെയ്യുന്ന ചില കാര്യങ്ങള്. എസ്പെഷ്യലി നമ്മള് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യുന്നതൊക്കെ ആൽക്കഹോളും പ്രശ്നമാണ്. അതെല്ലാം അതിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അതിനു മുമ്പ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ യൂസ് ചെയ്യലുണ്ടായിരുന്നു. ഡ്രിങ്ക്സ് ലൈക്ക് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഡീകോഡോട്ട്മിക്ക് ശേഷം നിർത്തി. അത് നല്ലൊരു തീരുമാനം. ഡീകോഡോട്ട്മിയിലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് നിർത്തിയത് തന്നെ കുറെ പൈസ സേവ് ചെയ്തിട്ടുണ്ടാവല്ലോ. ഈ ഹാബിറ്റ്സ് പൈസ സേവ് ചെയ്തിട്ടുണ്ടോ? ഹാബിറ്റ്സ് കാരണം ഫിനാൻഷ്യലി സേവ് ചെയ്തിട്ടുണ്ടോ? ഒത്തിരി. തീർച്ചയായിട്ടും. ഞാൻ എങ്ങനെ എസ്പെഷ്യലി പ്രോസസ്ഡ് ഫുഡ് ഇല്ലേ, പ്രോസസ്ഡ് ഫുഡ്സ് സ്റ്റോപ്പ് ചെയ്യും. ഫുഡിൽ ശരിക്കും ഭയങ്കര ഫുഡിയാണ് സീരിയസ്ലി. തീർച്ചയായിട്ടും. പിന്നെ ഞാൻ ലൈക്ക് നന്നായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഗെറ്റ് ബൾക്കി ആണ്. ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മൾ ഇന്റേണൽ ഓർഗൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ഉള്ളിലായാലും ഒരു ആഗ്രഹമുണ്ട്. ഇപ്പൊ സ്ത്രീകളെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നത് പുരുഷന്മാരാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഭംഗിയായിട്ടിരിക്കാൻ മൊഞ്ചായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഡീകോഡ്.me അബിയെ ഹെൽപ്പ് ചെയ്യും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരു ചെടി മണ്ണിനകത്ത് എല്ലാം ഉണ്ടെന്നാണ് നമ്മൾ പറയുക, എല്ലാ മിനറൽസും എല്ലാം ഉണ്ടെന്നാണ് പറയുക. ഒരു ചെടി ആ ചെടിക്ക് ആവശ്യമുള്ളതല്ലേ എടുക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ അതിനകത്ത് വളരെ മനോഹരമായിട്ടുള്ള പുഷ്പങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ, എന്നാൽ നമുക്ക് ആവശ്യമില്ല എന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ഒക്കെ പ്രകടമായിട്ട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കും. ഒരു സംശയമില്ല അതിനകത്ത്. ഇപ്പം നമ്മുടെ മുന്നിൽ 2 ഭക്ഷണം ഇരിക്കുന്നു. നമ്മൾ എങ്ങനെ തിരിച്ചറിയും ഒന്ന് നമുക്ക് നല്ലതാണ്, ഒന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിനെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ് എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയും? നമ്മൾ കുറെ കളറും മസാലയൊക്കെ ഉള്ള ഫുഡ് കൊള്ളില്ല, പിന്നെ എണ്ണയൊക്കെ ഉള്ള ഫുഡ് നമ്മൾ കാഴ്ചയിലെ ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മണത്തില് അല്ലെ, കാഴ്ചയിലോ മണത്തിലോ അല്ലെങ്കിൽ പ്രീവിയസിൽ എപ്പോഴെങ്കിലും കഴിച്ച ഒരു എക്സ്പീരിയൻസിലോ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇൻഫോംഡ് ആയിട്ട് ചൂസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ശരിക്കും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഇൻഫോംഡ് ചോയ്സസിനെ കുറിച്ചാണെന്ന് ഇങ്ങനെ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത് കഴിക്കുക ഇതൊക്കെ എല്ലാം അകത്തേക്കുള്ളതാണ്. ഈ ഡീകോഡ് ഈ ജീനിന് നിങ്ങളെ എങ്ങനെ പെർഫോം ചെയ്യിക്കാനായിട്ടൊക്കെ പറ്റുമോ? അതായത് നമ്മുടെ ഹോർമോണ്, ഞാനൊക്കെ പറയാം, നമ്മളിപ്പോ ഒരു 12 ടൈപ്പ് ഹോർമോൺസ് ഉണ്ട്. 12 ടൈപ്പ് ഹോർമോൺസ് ആണ് മനുഷ്യനാക്കി മാറ്റുന്നതെന്ന് പറയുന്നത്. ചില ഹോർമോൺസ് കുറയുമ്പോൾ ഞാൻ ഭയങ്കര അരഗന്റ് ആയിട്ട് മാറും, ചില ഹോർമോൺസ് വരുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഈ ശരീരം നോക്കുന്നതൊക്കെ ഓക്കെ, പക്ഷെ നമ്മളെ കൊണ്ട് ഈ ജീനിന് പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അതില് ഡീകോഡിനകത്ത് തന്നെ കുറേ ജീനുകളുണ്ട്. ഇപ്പം അതിനകത്ത് ഈ സ്ട്രെസ്, ആൻസൈറ്റി, റെസിലിയൻസ് ടു സ്ട്രെസ്, ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന കുറേ ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ കുറച്ചുകൂടി, കാരണം സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം ഇനി എനിക്ക് തോന്നുന്നില്ല സ്ട്രെസ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല തോന്നുന്നില്ല. 2035 ശേഷം അല്ലെ 2040 ശേഷമൊക്കെ ഇവിടെ ക്യാൻസറോ ഹാർട്ട് അറ്റാക്കോ ഒന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ അങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ്സാണ്. ശരിക്കും സ്ട്രെസ്സിനും ഡിപ്രഷനും ഇത് പറ്റുമോ? നമ്മളുടെ IT മേഖലയിലൊക്കെ ഇന്നും ശരിക്കും പറഞ്ഞാൽ പല നഗരങ്ങളിൽ നിന്ന് എൻജോയ് ചെയ്യാൻ റിലാക്സ്ഡ് ആവാനുള്ള സംവിധാനങ്ങളുണ്ട് പല രാജ്യങ്ങളിലും. നമ്മുടെ IT മേഖലയിൽ വർക്ക് ആഫ്റ്റർ വർക്ക് ആഫ്റ്റർ വർക്ക് ആഫ്റ്റർ വർക്ക് എന്നാണ്. അല്ലെങ്കിൽ ശരിക്കും അങ്ങനെ സ്ട്രെസ് എന്താണ്? IT മേഖല മാത്രമല്ല, ബിസിനസ് ആയിക്കോട്ടെ, ഈവൻ സ്റ്റുഡൻസ് വരെ, പരീക്ഷയിൽ വരെ കുട്ടികൾ ശരിക്കും ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. സ്ട്രെസ് ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. സ്ട്രെസ്സിൽ എന്താണ് ഈ ജെനറ്റിക്സ്? ഇന്ത്യയിൽ എത്രയോ ശതമാനം ഈ IT മേഖലയിൽ തന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ ഗൂഗിൾ ചെയ്ത സമയത്ത് 70% സംതിങ് എന്തുണ്ട് ആളുകൾക്ക് സ്ട്രെസ്. അങ്ങനെ കുറെ റിപ്പോർട്ട്, കുറെ സ്റ്റഡീസ് ഉണ്ട്, ഗൂഗിളിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. സ്ട്രെസ് ഒരു വലിയ ഫാക്ടറാണ്. ഇപ്പം ഇത് ഞാൻ പറയുന്നത്, ഞാനത് ഇച്ചിരി ടൈം എടുത്തിട്ട് പറയാം. അതായത് ഇപ്പോൾ ഒരു കുട്ടി, ഒരു 10-20 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകുന്നു. ഈ കുട്ടി വീട്ടിലിരിക്കുന്നു, അല്ലെങ്കിൽ ഈ കുട്ടി കൂട്ടുകാർക്കിടയിലിരിക്കുന്നു. ഈ കുട്ടി ഭയങ്കര സൈലന്റ് ആണ്. നമ്മൾ പലപ്പോഴും ഈ കുട്ടി എന്ത് ചെയ്യാറുണ്ട്? കളിയാക്കും. ശരിയല്ലേ? ശോകമാണ്, അല്ലെങ്കിൽ ഇൻട്രോവേർട്ട്, അന്തർമുഖൻ. ഇപ്പത്തെ അന്തർമുഖൻ എന്നാണല്ലോ പറയാ. അതെ, അങ്ങനെ പല കാര്യങ്ങളും വേണ്ടി കളിയാക്കും. See, what if he is genetically have higher risk in depression, anxiety, resilience to stress? Really? Yeah. നമ്മളുടെ മക്കളൊക്കെ ചിലപ്പോ ഫേസ് ചെയ്യപ്പെടുന്ന പല സിറ്റുവേഷൻസ് നമുക്ക് ഇതിലൂടെ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു മോൻ, ആ മോൻ്റെ ജനറ്റിക് റിപ്പോർട്ട് നമ്മൾ എടുത്തു, ഡീകോഡ് എടുത്തു. നമ്മൾക്ക് മനസ്സിലായി, ഓക്കെ, ഇങ്ങനെയുള്ള കണ്ടീഷനുകളുണ്ട്. ആ കണ്ടീഷൻസ് ഓവർകം ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മോർ ഓവർ ബ്ലെയിമിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മോനെ അവനെ സോഷ്യലൈസ് ചെയ്യിപ്പിക്കാം കൂടുതൽ.
അവനെ സ്പോർട്സ് ആക്ടിവിറ്റികളിലോട്ട് അല്ലേ. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഒരു ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണല്ലോ പലപ്പോഴും ഇതൊക്കെ തോന്നലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക നമ്മുടെ ഉള്ളിലോട്ട്. അല്ലെങ്കിൽ അത് ഓവർകം ചെയ്യാൻ മാക്സിമം ആക്ടിവിറ്റികളിൽ ഇൻവോൾവഡ് ആക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ യോഗ പോലെയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവഡ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വലിയ റിലീഫ് ഉണ്ടാവും എന്ന് മാത്രമല്ല, അത് ആ കുട്ടിയുടെയോ അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയുടെയോ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും നാളത്തെ അവരുടെ ഫ്യൂച്ചറിനെ ഏറ്റവും ബെസ്റ്റായിട്ട് ഫ്ലറിഷ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യില്ലേ. ശരിക്കും നീ എന്താണ് പഠിക്കാത്ത അല്ലെ, നീ എന്താ IAS ആവാത്തെന്ന് ചോദിക്കുന്നതിന് പകരം കുട്ടിക്ക് ശരിക്കും പറഞ്ഞ ഒരു കുഞ്ഞ് ജനിച്ച് അവനൊരു ഈ സ്പിറ്റ് ചെയ്യാൻ ടൈം ആകുമ്പോൾ ഈ റിപ്പോർട്ട് കൊടുക്കണം. ഇതാണല്ലേ, ഇതാണ് നിന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. 15 വയസ്സ് മുകളിലോട്ടുള്ള എല്ലാ കുട്ടികൾക്കും നിങ്ങൾ ചെയ്യണോ? കാരണം കുട്ടികൾക്ക് 15 വയസ്സ് ചിലപ്പോൾ ഞാൻ ഒരു 7 വയസ്സിലുള്ള കുട്ടിക്ക് ചെയ്തുകൂടെ? തീർച്ചയായിട്ടും ചെയ്യാം അല്ലെ. ശരിക്കും അതനുസരിച്ച് നമ്മൾക്ക് ഈ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പാരന്റിങ് ഇസ് എ ഗിഫ്റ്റ് ആണ് അല്ലെ. ഒരു സൊസൈറ്റിക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന പാരന്റിങ് ആണ്, ആ കുട്ടിക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന പാരന്റിങ് ആണ്. പാരന്റിങ് ടൈമിൽ തന്നെ പാരന്റ്സ് അറിയണം. ഇപ്പൊ എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്ന പാരന്റ്സ് ആണ് കൂടുതലും. പക്ഷെ അപ്പൊ എന്റെ മോന്റെ ഇൻസൈഡ് ഇതിൽ ഇങ്ങനെയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോ ഞാൻ ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രോഗ്രാമിന് പോയപ്പോൾ ഞാൻ ഒരു സിംഗർ ഉണ്ടായിരുന്നു അവിടെ. ആ സിംഗറിൻ്റെ ഫാദർ ഉണ്ട് അവിടെ തന്നെ, ഹീസ് എ ബിസിനസ് മാൻ. അപ്പോൾ ഈ പുള്ളി ഈ ഒരു മോള് പാടുന്നതും അല്ലെങ്കിൽ മോള് ഒരു അച്ചീവ്മെന്റ് നേടി കുറേ ആളുകളുടെ മുന്നിൽ നിൽക്കുന്നതും അവർ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതും ഒക്കെ വളരെയധികം എന്താ പറയാ എക്സൈറ്റ്മെന്റോടുകൂടി ഞാനത് കുറെ നേരം നോക്കിയിരുന്നു. എന്ത് പ്രൗഡായിരിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കഴിവ് എന്തിലാണെന്നും എവിടെ അവർ ഫോക്കസ് ചെയ്യണമെന്നും അല്ലെങ്കിൽ അവരെ ഏത് മേഖലയിലോട്ട് വഴിതിരിച്ചു വിടണമെന്നും ഒക്കെ നമുക്കൊരു ധാരണയുണ്ടെങ്കിലോ, ഞാൻ പറയുന്ന അവരുടെ ബിഹേവിയറിലുള്ള കുറവുകളും കൂടുതലും അല്ല ഞാൻ പറയുന്നത്, ജനറ്റിക്കലി അവർക്ക് എവിടെയാണ് വീക്ക് ആവുന്നത്, എന്ത് ഭക്ഷണമാണ് അവരെ ഏറ്റവും കൂടുതൽ എനർജൈസ്ഡ് ആക്കിയിട്ടും അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് ബാലൻസ് ചെയ്തിട്ടും നിർത്തുക എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റിയാൽ അത് ഭയങ്കര 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 അഡ്വാൻറ്റേജ് ആയിരിക്കും. ശരിക്കും തീർച്ചയായിട്ടും കൊടുക്കാവുന്നൊരു ഗിഫ്റ്റ് ആണ്, ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ്. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് കൊടുക്കാം. എത്ര പൈസ SLC പാസ്സാകുമ്പോൾ ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും, +2 ആകുമ്പോൾ അല്ലെ. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് ഏറ്റവും ബെസ്റ്റ് ആണ്. ആണെങ്കിലും പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഇതിനകത്ത് ഈ ഡ്രഗ് റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അതിനകത്ത് കുറേ ഡ്രഗുകൾ എന്ന് വെച്ചാൽ മെഡിസിൻസ് ഇങ്ങനെ സെർച്ച് ചെയ്ത് ഇത് എന്തിനുള്ളതെന്നൊക്കെ നോക്കാറുണ്ട്. ഇതെന്റെ ബോഡിയിൽ എങ്ങനെ എഫക്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും ഇതില് ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രഗ് റെസ്പോൺസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഞാൻ ഒരു റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട്. ഗ്ലാസ് എന്ന് പറഞ്ഞ യുനെസ്കോയുടെ ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞൊരു സർവേ വന്നിട്ടുണ്ടായിരുന്നു. ആ സർവേയിൽ പറയുന്നുണ്ടായിരുന്നു ലോകത്തില് ഏകദേശം വളരെ ചുരുങ്ങിയ ശതമാനം ആൾക്കാർ മാത്രമേ, അതായത് അത്രയും ചുരുങ്ങിയ ശതമാനം ആന്റിബയോട്ടിക്കുകളോട് മാത്രമേ മനുഷ്യൻ എന്ത് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ, റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ ഇപ്പോഴെന്നുള്ളതാണ് പറയുന്നത്. റെസ്പോൺസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ചിലപ്പോൾ കാരണം ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴും ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും മരുന്നിന് അലർജി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. സത്യം പറഞ്ഞാൽ മരുന്നിന്റെ പേര് പോലും അറിയാത്ത നമ്മളോട് ഈ അലർജി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എങ്ങനെ അറിയാം അല്ലെ, കാണിച്ചു കൊടുക്കാം എനിക്ക് ഈ മരുന്നിന്റെ. ശരിക്കും അതൊരു ഭയങ്കര വലിയൊരു അറിവാണ്. കാരണം നമ്മൾ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ഇഞ്ചക്ഷൻ അലർജി ഉണ്ടോ, ഏതെങ്കിലും മരുന്ന് അലർജി ഉണ്ടോ എന്നാണ്. ശരിക്കും ഈ മരുന്നുമായിട്ട് ബന്ധമില്ലാതെ നമ്മളൊക്കെ അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല അല്ലെ, പൊതുവെ ഉത്തരം പറയാൻ എത്ര പേർക്ക് പറ്റുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇനി മുതൽ നമുക്ക് ഈ decode.me അങ്ങനത്തെ ഒരു ഭാഗം ഉണ്ടെന്നാണ് അബിയുടെ എക്സ്പീരിയൻസിൽ അബി പറയുന്നത്. അങ്ങനെയാണ് അത് ഭയങ്കര വലിയൊരു അറിവായിരിക്കും നമ്മുടെ മക്കൾക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും നമ്മുടെ ഫാമിലിക്കാണെന്നുണ്ടെങ്കിലും നമ്മുടെ പേരൻസിനാണെങ്കിലും എന്തൊക്കെ ഡ്രഗ്സ് അല്ലെ, എന്തൊക്കെ ഡ്രഗ് റെസ്പോൺസ് എങ്ങനെയാണ്, ഏതൊക്കെ കഴിക്കാം, ഏതൊക്കെ മെഡിസിൻ കഴിക്കാം, ഏതെങ്കിലും കണ്ടന്റ് കഴിക്കാൻ പറ്റും, കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് വലിയൊരു അറിവ് തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളില്ലേ ലൈക്ക് ക്യാൻസറിന്റെ ഒക്കെ കേസിൽ നമ്മൾ മിസ് ചെയ്തു പോയതാണോ അതോ അതിലേക്ക് എത്താൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ക്യാൻസർ അറിയില്ല, അത് പറയാതെ പോകാൻ പറ്റില്ല. ക്യാൻസർ പറയാതെ, കാരണം ഇന്നൊരു ഫാമിലിയെ തകർക്കുന്നത് ക്യാൻസർ ആണ്. ഒരുപാട് ആൾക്കാരുടെ സ്വപ്നങ്ങൾ നമ്മുടെ ചെറുപ്പത്തില് റയർ ആയിട്ടാണ് നമ്മളത് കേൾക്കുന്നത്. ഈ ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ വരുന്നു ഈ വരുന്ന ആൾ അനുഭവിച്ചാൽ മതി, നല്ല വരുന്ന ആളൊന്നും അല്ല. ഫാമിലി ഒരു അമ്മയ്ക്കാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ വീട്ടിലുള്ള 2 മക്കളും എന്ത് ചെയ്യും, ഭയങ്കരമായിട്ടും അവർ തിരിച്ച് കയറുക എന്നുള്ള ഭയങ്കര സഫർ ചെയ്യും ഹസ്ബൻഡ്. അല്ലെങ്കിൽ ശരിക്കും ക്യാൻസർ ഭയങ്കര സംഭവമാണ്. ശരിക്കും ഇതിനെ കുറിച്ച് എന്താണ് ഈ decode.me ക്യാൻസർ, എത്ര ക്യാൻസർ കണ്ടീഷൻസ് പറയുന്നത്? ഏകദേശം 30-something ക്യാൻസർ കണ്ടീഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്. ആണോ, ഒരു 25-30 അത്രയും വരുന്നുണ്ട് അല്ലെ.
അതായത് അത്രയും ടൈപ്പ് ക്യാൻസർ ജീനുകളുടെ സാധ്യത നമുക്ക് അറിയാൻ പറ്റും. അതായത് അത് ഹൈ റിസ്ക് ആണോ? ഓൾമോസ്റ്റ് പ്രൈം ആയിട്ടുള്ള എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ട്. അത് അറിഞ്ഞാൽ മതി. സത്യത്തിൽ ഇപ്പൊ ക്യാൻസർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ പോളിസികളുണ്ട്, അറിയോ? ഇല്ല, ക്യാൻസറിന് വേണ്ടി മാത്രം ഇൻഷുറൻസ് പോളിസികളുണ്ട്. ക്യാൻസറിന് വേണ്ടി മാത്രം. നോർമൽ ഒന്നും കവർ ചെയ്യില്ല, ക്യാൻസറിന് മാത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു 5 വർഷം 10 വർഷം എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കുന്ന പൈസ മതിയാവും അല്ലെ ഇത് മൊത്തത്തിൽ ചെയ്യാൻ? അത് ശരിക്കും അങ്ങനെ ഒരു സംഭവം ഭയങ്കര ക്യാൻസർ പോളിസി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ശരിക്കും പറഞ്ഞാല് എനിക്ക് തോന്നുന്നത്, ഇത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാല്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇൻഷുറൻസിന്റെ റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, ഈ ഒരു ജനറ്റിക് റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ജനറ്റിക് റിപ്പോർട്ട്. ഒരു ഡേറ്റാബേസ് ആണ്. ഞാൻ പറയട്ടെ, ഇത് എടുത്തതിന് ശേഷം ഞാൻ ഒരു ട്രിപ്പ് പോയിണ്ടായിരുന്നു തായ്ലൻഡിലോട്ടാണ്. തായ്ലൻഡ് പോയിണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ റിപ്പോർട്ട് വെച്ചിട്ട് തായ്ലൻഡ് പോയി ഞാൻ എന്ത് ചെയ്യണം. റിപ്പോർട്ടിലുണ്ടോ? അങ്ങനെ റിപ്പോർട്ടിലില്ല. ChatGPT യൂസ് ചെയ്ത് റിപ്പോർട്ട് ലോഡ് ചെയ്യും, അപ്ലോഡ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ പ്രൈവസി കൺസേൺസ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒന്നല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അതും ആ പോർഷൻ മാത്രമായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഞാനിങ്ങനെ പോയി എന്ത് ഫുഡ് കഴിക്കാം, അവിടെ നിന്ന് എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കരുത്, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ? പിന്നെ ഇപ്പോ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് കുറെ സ്പെസിഫിക് ഫുഡ് നെയിംസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, ലൈക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട്. ഈ ജനറ്റിക് റിപ്പോർട്ടിന്റെ ബേസിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് തായ്ലൻഡിൽ കഴിക്കാൻ പറ്റുന്ന ഏത് ക്വസ്റ്റ്യൻസ് എനിക്ക് കഴിക്കാം, ഏത് കഴിക്കരുത് എന്നുള്ളതൊക്കെ. പിന്നെ എനിക്ക് പൊതുവേ ഈ സമ്മർ സീസണൊക്കെ ആയി കഴിഞ്ഞാൽ സ്കിൻ അലർജീസ് യൂഷ്വലി വരാറുണ്ട്. ഞാൻ സ്കിൻ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യും, ഞാൻ മെഡിസിൻസ് എടുക്കും, പിന്നെയും പോവും, പിന്നെയും വരാം. അപ്പം ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതിനകത്ത് ഗ്രേവ്സ് ഡിസീസസിന്റെ റിസ്ക് ഹൈ ആണ് എൻ്റെ. അപ്പോൾ ആക്ച്വലി അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സണ്ണുമായിട്ട് എക്സ്പോസ്ഡ് ആവരുത്, ഒരുപാട് സൺലൈറ്റ് ബേണിംഗ് അങ്ങനെ. അപ്പൊ റിപ്പോർട്ടിന്റെ ബേസിൽ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യും. അങ്ങനെയുള്ള ഭയങ്കര ചൂടുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ഡയറ്റ് ഈ പറഞ്ഞ പോലെ ഫുഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്ന ഡയറ്റ് കറക്റ്റ് ഡയറ്റ് ആയിരിക്കുമോ? അതൊന്നും പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാൻ പാടാത്ത കുറേ അധികം. ഇപ്പൊ എനിക്ക് വീറ്റ് കണ്ടിന്യൂസ്ലി കൺസ്യൂം ചെയ്യുന്നത് നല്ലതല്ല. റൈസ് അല്ലേ പ്രശ്നം? പക്ഷെ ശരിയാണ്, ഇപ്പൊ നമ്മളെല്ലാവരും ചപ്പാത്തി എന്നാ നല്ലതെന്ന് പറയാറില്ല. അതെ, തീർച്ചയായിട്ടും വയറ് കുറയ്ക്കാനായിട്ട് ചപ്പാത്തി. പക്ഷെ എനിക്ക് വീറ്റ് അധികം കൺസ്യൂം ചെയ്യരുത്. അത് എന്റെ ഗ്രേവ്സ് ഡിസീസ് പ്രശ്നമാണ്. അതായത് ഇപ്പൊ വേറെ എന്തൊക്കെയോ കുറെ കണ്ടീഷനുകളിലോട്ട് അത് ഇന്റഗ്രേറ്റഡ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു കീറ്റോ ഡയറ്റ് എടുക്കാൻ തീരുമാനിച്ച ഒരാള് കീറ്റോ ഡയറ്റ് എടുക്കുന്നതിന് മുമ്പ് decode.me ചെയ്യണം. അപ്പോ ആ ഡയറ്റ് എടുക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ശരിക്കും ഞാൻ നോർമലി ChatGPT-യിൽ പല ആൾക്കാരും ചെയ്യാറുണ്ട്. ഇപ്പോ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് അവര് പറയും എന്റെ ബോഡിയുടെ ഈ പാർട്ടാണ് എനിക്ക് ട്രിം ചെയ്യേണ്ടത്, ആ ട്രിം ചെയ്യേണ്ടതിന്റെ എനിക്ക് ഏത് എക്സസൈസ് ചെയ്യണം, എന്ത് ഡയറ്റ് വേണമെന്ന് പറയും. പക്ഷെ ഈ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ ChatGPT-യിൽ നാളെ ഈ ഒരു നമ്മുടെ ഫോട്ടോ നമ്മൾ എവിടെയാണോ നമുക്ക് വേണ്ട, ബൾക്കി ആക്കണമെങ്കിൽ ബൾക്കി ആക്കാൻ, ട്രിം ചെയ്യണമെങ്കിൽ ട്രിം ചെയ്യണമെന്ന ഫോട്ടോയും ഈ റിപ്പോർട്ടും കൊടുക്കുകയും അതിന്റെ ബേസിലുള്ള ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷൻ നമുക്ക് കിട്ടും അല്ലെ? പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷൻ കിട്ടും. ഓഫ്കോഴ്സ് നമ്മൾ എപ്പോഴും ഒരു ഹെൽത്ത് പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ, വെൽനസ് അഡ്വൈസറിനൊക്കെ കൺസൾട്ട് ചെയ്യുന്നതിനാണ് നല്ലത്. ഇപ്പൊ ChatGPT-നെ നമ്മൾ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ മാത്രം ആശ്രയിക്കരുത്, റിസോഴ്സ് വേണ്ടി. പക്ഷെ നമുക്ക് റെഫറൻസ് പർപ്പസിന് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഐ ആം നോട്ട് അഗെയിൻസ്റ്റ് എനിത്തിങ്. പക്ഷേ ഡെഫിനറ്റ്ലി ഞാനിപ്പോൾ ടെക്നിക്കൽ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ടും ഞാൻ എയിലും കുറച്ച് കോണ്ടന്റ് കമ്മ്യൂണിറ്റീസിലൊക്കെ കുറച്ച് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും, ഒരു ആഫ്റ്റർ 10 years ഡെഫിനറ്റ്ലി നമ്മളുടെ പേഴ്സണൽ നമ്മളെ കൺസൾട്ട് ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് വരെ എന്തായിട്ട് മാറും? ആയിട്ട് മാറും, ഉറപ്പാണ്. ആ സമയത്ത് അവര് നമ്മളെ കുറിച്ച് കൺസേൺ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലായിക്കൊണ്ട് AI-ക്ക് പ്രവർത്തിക്കുക എന്നുള്ളത് എത്രത്തോളം പ്രാക്ടിക്കലാന്ന് അറിയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 2040 ഈ ഒരു ഡേറ്റാബേസ് ഒരു സംഭവമായിരിക്കും ഭയങ്കര ഇമ്പോർട്ടന്റ്. കാരണം ChatGPT ഈ റിപ്പോർട്ടിന്റെ ബേസിൽ നമ്മളെ ചെയ്യുന്ന ഒരു പെയ്ഡ് ആയിട്ടുള്ള ChatGPT-യുടെ പ്രോ വേർഷൻ ഏത് ലെവലിലായിരിക്കും എന്ന് ആലോചിച്ച് ഏജൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഏജൻസ് ഒക്കെ വരുമ്പോഴത്തേനും വേറെ ലൈക്ക് നമുക്ക്
ഞാൻ പറഞ്ഞില്ലേ ഇത് തന്നെ നമുക്കൊരു ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ് എന്നാണ് അതിൻ്റെ ഒരു റിയൽ ടേം എനിക്ക് തോന്നുന്നത്. ഏറ്റവും മികച്ച രീതിയിൽ അതിന് റിപ്പോർട്ടാണ് അല്ലെ നമ്മുടെ പേഴ്സണൽ നമ്മുടെ ഒരു മിറർ ഇമേജ് ആണ്. ഓക്കെ, ഇതാണ് ലുക്കിംഗ് ടു ദിസ് റിപ്പോർട്ട് വി ക്യാൻ ഡിസൈഡ് ഓക്കെ ഇതാണ് എനിക്ക് വേണ്ടത്, ഇത് വേണ്ട. അല്ലെങ്കിൽ ഓക്കെ ഞാനൊരു ലൈക്ക് ഹാവിങ് സം കൈൻഡ് ഓഫ് ഫുഡ്, ഓക്കെ ഇതിന്റെ ഇത്രയും ഗ്രാം എനിക്ക് മതി, ബാക്കിയുള്ളത് എനിക്ക് എക്സസ് ആണ്. എക്സസ് ഓക്കെ, എക്സസ് ആണ്, എക്സസ് ആണ്. അതെല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ശരിക്കും ഇതൊരു റിച്ച് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ചെയ്യേണ്ട ടെസ്റ്റാണോ? അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ഈ ജെനറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ആൾക്കാരോടൊക്കെ നമ്മൾ ഞാൻ ഫിൽത്തി റിച്ച് ആയിട്ടുള്ള ഒരാളല്ലേ, ഞാൻ ജസ്റ്റ് എ നോർമൽ എംപ്ലോയി. ഒരു പകുതി ലൈഫിന്റെ ഒരു ലൈഫ് സ്പാൻ്റെ ഒരു 50% ഒക്കെ ഇപ്പോൾ ഒരു ഏജ് 55 നിൽക്കുന്ന ഒരാൾ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്തായിരിക്കും ചെയ്യണം? കാരണം ഞാൻ പല ആൾക്കാർ 55 വയസ്സിലൊക്കെ ഞാൻ ഏജ് ഓവറായി എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാ. ഫ്രം ദാറ്റ് മൊമെന്റ് യു ക്യാൻ സ്റ്റാർട്ട് യുവർ ലൈഫ്. നല്ല റിട്ടയർമെന്റ് ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ പ്രൊട്ടക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ലേ? ഒരു 10-80 വയസ്സ് വരെ ചുരുക്കായിട്ട് ഇരുന്ന് ലോങ്ജിവിറ്റി ഗ്യാരണ്ടീഡ് ആണ്. ആർക്ക് യങ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു വ്യക്തി ഒരു അതായത് മരിക്കാതിരിക്കാൻ വേണ്ടി ഒരു 20 മില്യണോളം സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി, $20 മില്യൺ സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി, അച്ഛനും മോനും ആക്ച്വലി മകനെക്കാളും ഭയങ്കര യങ് ആണ്. പുള്ളിയുടെ കൂടെ 20ഓളം ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ കൺസൾട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഡെഫിനറ്റ്ലി. അതുപോലെ പല സെലിബ്രിറ്റീസും ഇന്ന് ഡീകോഡ് ജനറ്റിക് ടെസ്റ്റുകൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരുപാട് എക്സാമ്പിളുകൾ നമ്മളിപ്പോ യൂട്യൂബും അല്ലെങ്കിൽ ഈ ഗൂഗിളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എക്സാമ്പിളുകൾ, ഇഷ്ടം പോലെ ആളുകൾ ഇത് ചെയ്തിപ്പോ ആഞ്ചലീന ജോളിയൊക്കെ പോലെയുള്ള കുറെ ആളുകൾ അതിനേക്കാളൊക്കെ ഇഷ്ടം പോലെ അറിയാത്തതും അറിയപ്പെടാത്തതൊക്കെ ആയിട്ടുള്ള ഒത്തിരി പേര് നമ്മളുടെ ഇവിടെ തന്നെ ഹോസ്പിറ്റൽസിലൊക്കെ പല ഹോസ്പിറ്റലുകളിൽ ജനറ്റിക് ടെസ്റ്റുകൾ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഇത് ഞാൻ വേറെ കുറെ എൻ്റെ ഇത് എടുത്തതിന് ശേഷമൊക്കെ കുറെ ആളുകളെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ ഈ ഹെറിഡിറ്ററി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ആൻസസ്റ്റേഴ്സ് തലമുറകളൊക്കെ അറിയാൻ പറ്റും. എവിടെ നിന്നാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ ആക്ച്വലി റൂട്ട് എന്ന് പറഞ്ഞ ഇന്ത്യയിൽ നിന്നാണ് ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ ഞാൻ വാട്ട് ഈസ് ദി നീഡ് ഓഫ് ദാറ്റ്? സത്യം ഏതൊരു ഫണ്ണി ലൈക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. അതല്ലാതെ ഉപരിയായിട്ട് അതിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. അതിന് ലക്ഷങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുന്ന 1 lakh പ്ലസ് വരുന്നുണ്ട് സ്പെൻഡ് ചെയ്ത്. ഇവിടെ ഇത്രയും കോംപ്രഹെൻസീവ് 3 റിപ്പോർട്ട് ഉണ്ട്. ഒന്നാലോചിച്ച് 3 റിപ്പോർട്ട് വായിക്കാൻ നിങ്ങൾക്ക് ഒരു മാസം എടുക്കും ചിലപ്പോൾ. 3 റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെ റിപ്പോർട്ടാണ്? ഫസ്റ്റ് റിപ്പോർട്ട് ജനറ്റിക് റിപ്പോർട്ടാണ്. 2 റെക്കമെൻഡേഷൻ റിപ്പോർട്ട്. റെക്കമെൻഡേഷൻ റിപ്പോർട്ടാണ് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ചെയ്യാൻ പാടില്ല, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. പിന്നെ ഒരു ഡയറ്റ് പ്ലാൻ. ഒരു ഡയറ്റ് പ്ലാൻ എവറി ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഈ മൂന്ന് ഫയലാണോ അതോ ഒറ്റ ഫയലാണോ? ആണല്ലേ. ശരിക്കും നമുക്കത് അറിയാനായിട്ട് നമുക്ക് എപ്പോ വേണമെങ്കിലും അനലൈസ് ചെയ്യാലോ. നമ്മള് ജനറ്റിക് റിപ്പോർട്ട് എപ്പോഴും എടുത്ത് നോക്കണം എന്നില്ലല്ലോ. റെക്കമെൻഡേഷൻ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ മതി. ശരിക്കും നമ്മളൊരു ഹാബിറ്റ് ഫോം ചെയ്താൽ പിന്നെ നമ്മൾ ഇങ്ങനെ ആയിരിക്കും അല്ലേ? നമ്മൾ ഇങ്ങനെ ആയിരിക്കും. ടൈം എടുക്കും. ഇപ്പൊ നമ്മള് ഒരു സഡൻ യൂ ടേൺ ഒന്നും നമ്മള് അങ്ങനെ എടുക്കാതിരിക്കുന്നതന്നെ നല്ലത്. അങ്ങനെ പെട്ടെന്ന് എടുക്കണം എന്നില്ലല്ലോ. അവയർനെസ് ഉണ്ടല്ലോ നമ്മളിപ്പോ, അതൊരു ഭയങ്കര ഇപ്പോ റോഡിൽ സിഗ്നൽസ് ഉള്ളതുപോലെ തന്നെ റെഡ് സിഗ്നൽ ആവുമ്പോ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യണം അല്ലെ, മറ്റേ ബ്ലിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് സ്ലോ സ്പീഡ് കുറയ്ക്കണം, സ്പീഡ് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ തന്നെ ഇപ്പൊ ഭയങ്കര ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ ചിലപ്പോൾ പോയിട്ട് കുറെ ഫുഡൊക്കെ കഴിക്കും. പിന്നെ നമുക്ക് തന്നെ കുറെ കഴിയുമ്പോൾ തോന്നും, ഓ ഇതൊക്കെ അത്ര കഴിക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന ഫുഡ് കഴിക്കണ്ടായിരുന്നു, അത് അൺഹെൽത്തി ആണെന്ന് നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും. ഇതേപോലെ തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ഗിൽട്ടിന്റെ ആവശ്യമില്ല. അല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ നമുക്ക് ആവശ്യമുള്ളത് മാത്രം കഴിച്ചാൽ മതിയല്ലോ. ഞാൻ ഇപ്പൊ എന്റെ ടെസ്റ്റില് ഞാൻ ടെസ്റ്റ് ചെയ്തു. എന്റെ ടെസ്റ്റില് ബിരിയാണി കഴിക്കരുതെന്നാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ബിരിയാണി ലവറാണ്. ബിരിയാണി എന്നൊന്നും പറയില്ല, ഒരു സ്പെസിഫിക് ഫുഡ് അങ്ങനെ സ്പെസിഫൈ ചെയ്തില്ല. അങ്ങനെ എന്റെ റിപ്പോർട്ടിൽ അങ്ങനെ ഇല്ല. പക്ഷെ നമുക്ക് ചില ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ഇപ്പൊ ചിക്കൻ, ഡീപ് ഫ്രൈഡ് ചിക്കൻ ആയിരിക്കും ചിലപ്പോ. അപ്പൊ ചിലപ്പോ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഫ്രൈഡ് ചിക്കൻ ഒഴിവാക്കേണ്ടി വരും. അത് ഇടയ്ക്ക് ഇങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ കഴിക്കുന്നത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി കഴിക്കണ്ട, ദമ്മ് കഴിക്കാം. ഓ അങ്ങനെ നമ്മൾ ഇടയ്ക്ക് കഴിച്ചാലും നമുക്ക് എന്ത് വരുന്നില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞ് ഒഴിവാക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരിക്കും, അത് നമുക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ ഒരാഴ്ചയാക്കാലോ. ഈ അറിവിൽ കുറെ ആളുകൾ ഇത് ചെയ്തിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു എൻ്റെ ബ്രദറിന്റെ വൈഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ കുറെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരു 4 പേരോളം ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ റിപ്പോർട്ട് ഷെയർ ചെയ്യല്ല, പക്ഷെ ഞങ്ങള് റിപ്പോർട്ടിനകത്തുള്ള ചില കണ്ടീഷനുകളൊക്കെ ചോദിക്കുമ്പോൾ ചില കണ്ടീഷനുകളൊക്കെ ഒരുമിച്ച്
ഇപ്പോ വളരെ ഇൻട്രസ്റ്റിംഗ് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം ഉണ്ട് എനിക്ക്, okay. അതേപോലെ വേറൊരാൾക്കും ഞാൻ കണ്ടിട്ടുണ്ട്. വെച്ചാൽ അതിന്റെ ഒരു റീസൺ മാഗ്നീഷ്യൻ ഡെഫിഷ്യൻസിയാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ പരസ്പരം കണക്റ്റഡ്. ഇത് കണക്ഷൻ നമുക്ക് അറിയില്ല. അത് ഈ ജനറ്റിക് കൗൺസിലിംഗ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും ഈ കണക്ഷൻ ഉണ്ട് എന്നുള്ളത്. ഈ കൗൺസിലിംഗ് ചെയ്യുന്നത് എക്സ്പേർട്സ് ആയിരിക്കും, ട്രെയിൻഡ് ആയിട്ടുള്ള ആണ്. ആ ഒരു ക്വാളിറ്റി ഉറപ്പാണല്ലേ, ഗ്യാരണ്ടീഡ് ആണ്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവരുമായിട്ട് ലൈക്ക് ആ ഒരു സെഷനിൽ നമുക്ക് നമ്മുടെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൺസേൺസും എന്തൊക്കെ കൺസേൺസ് ഉണ്ടോ അതൊക്കെ നമുക്ക് നോക്കാനും അറിയാനും ഒക്കെ പറ്റും. ശരിക്കും ഈ 35,000 36,000 എന്ന് പറയുന്നത് വർത്ത് ആണോ അതോ നഷ്ടമാണോ? അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞില്ലേ എവറി പെനി ഈസ് വർത്ത് ആണ്. എവറി പെനി ഈസ് വർത്ത്. ശരിക്കും ഒരു ഡൗട്ടും ഇല്ല, ഒരു സംശയവും. എന്താ അത്രയും ഡീപ്പ് അങ്ങനെ ഞാൻ കോൺഫിഡൻസ്? പറഞ്ഞില്ലേ എനിക്ക് ആ ടെസ്റ്റ് എടുത്തതിന്റെ ശേഷം ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ വരുത്തിയ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചുകൾ പോലും കൊണ്ടുവന്നിട്ടുള്ള ഒരു ബിഗ് ഡിഫറൻസ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഐ എം റിയലി കോൺഫിഡൻറ്റ് ദാറ്റ് ഐ നോ വാട്ട് ഐ ആം, ഐ നോ വാട്ട് ഈസ് മൈ ഫ്യൂച്ചർ ഈസ്. ശരിക്കും ഹാപ്പിയാണ്. ആരാണിത് റെഫർ ചെയ്തത്? ആരും റെഫർ ചെയ്തതല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് കുറേ അവയർനെസ് പ്രോഗ്രാമുകളുണ്ട്. ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന കുറേ പ്രോഗ്രാംസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു 4-5 പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ ഓൾ ഐ ജസ്റ്റ് ഞാനിത് ടെസ്റ്റ് ചെയ്തത് ജനുവരിയിലാണ്. ദിസ് വാസ് മൈ ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഇപ്പൊ 2026 വരാൻ പോവാണ്, റൈറ്റ് ടൈമാണ് എല്ലാവർക്കും. ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു. എന്തായാലും ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ടൊക്കെ ഒരു ശരിക്കും പലപ്പോഴും ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് ജിമ്മിന് പോകുന്ന ആൾക്കാരുണ്ട്. ജിമ്മിന് പോകും, ഒരു വർഷത്തേക്ക് ഞാൻ വർക്ക്ഔട്ട് ജിമ്മിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഈ നവംബർ ആകുമ്പോൾ ആൾക്കാർ കുറയും, ഡിസംബർ ആകുമ്പോൾ ആൾക്കാർ കുറയും, ജനുവരി ആകുമ്പോൾ ജിമ്മിൽ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. എല്ലാവരും 10,000-25,000 രൂപ ജിമ്മിൽ പേ ചെയ്യും. പിന്നെ ഒരു മാസം കാണും വരില്ല എന്ന് പറഞ്ഞു. ഇത് അടിപൊളിയാണ്, കാരണം അത് വേർത്ത് ആണെന്നുള്ളതാണ്. ഇനി എന്താണ് Decode.me കുറിച്ച് അഭിജിത്തിന് നമ്മളുടെ ഈ ഒരു നോ യുവർ DNA സീരീസ് ആ പ്രോഗ്രാം കാണുന്നവരോട് എന്താണ് പറയാനുള്ളത്? അഭിജിത്തിന് എന്താണ് പറയുന്നത്? പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ആ ഒരു സമയത്തേക്ക് എന്താണ് പറയാനുള്ളത്? അഭിജിത്തിന് എന്താണ് പറയാനുള്ളത്? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ പലപ്പോഴും പല മോട്ടിവേഷൻ ചാനൽസും ഇൻസ്റ്റഗ്രാം റീലുകളൊക്കെ നമ്മൾ കാണുമ്പോൾ അതിനകത്തൊക്കെ പറയുന്ന ഒരു കാര്യമാണ് സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യം, സെൽഫ് കെയർ എന്ന് പറയുന്നത്. നിങ്ങളെ നിങ്ങൾ കെയർ ചെയ്തില്ലെങ്കിൽ ലോകത്ത് മറ്റൊരു മനുഷ്യനും നിങ്ങളെ കെയർ ചെയ്യാനില്ല. പറ്റില്ല. ആ കെയർ റൈറ്റ് ആണോ റോങ് ആണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അത് തീരുമാനിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഡീകോഡ് റിപ്പോർട്ട് ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും മറ്റുള്ളവർക്ക് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെയും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെയും, ഞാൻ പറയുന്നത് നിങ്ങൾ കുറെ ആൾക്കാർ കുറെ പൈസ ഉണ്ടാക്കുന്നു, ഇത് എന്ത് ചെയ്യും? ഇത് നെക്സ്റ്റ് ലൈക്ക് ഇത് നമുക്ക് എൻജോയ് ചെയ്യാനും കൂടെ പറ്റണ്ടേ? കുറെ പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ആ കുറെ പൈസ ഉണ്ടാക്കി ഒരു ഏജ് എത്തുന്ന സമയത്ത് ഇപ്പൊ പല ബിസിനസ് ഓണേഴ്സും നമ്മൾ പലപ്പോഴും പണ്ടൊക്കെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു 45-50 വയസ്സായിക്കോട്ടെ, ഒരു ഫെറാറി എന്നൊക്കെ ഇറങ്ങുമ്പോൾ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇറങ്ങുന്നതും നേരെ കുറച്ച് വന്ന് ഇറങ്ങിയിട്ട് ആ ഒരു സ്റ്റൈലോട് കൂടി ഇറങ്ങുന്ന ഒരു സ്റ്റാഗോട് കൂടി ഇറങ്ങുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇറങ്ങാൻ പറ്റണമെങ്കിൽ ഇന്ന് ഓണ്ടർപ്രണർഷിപ്പാണ് എല്ലാ ചെറുപ്പക്കാരും ഓണ്ടർപ്രണർഷിപ്പിലോട് വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫ്രൂട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് ഹെൽത്ത്. ആ ഹെൽത്ത് ഏറ്റവും നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Decode is the best decision that you can ever take. Then thank you so much, Abhi. Thank you so much. ശരിക്കും ഈ ഒരു 1 hour ഒരാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെ അബിയെ ഞങ്ങൾ സെലക്ട് ചെയ്യാനുള്ള കാരണവും ആ ഒരു ജെനുവിനിറ്റിയും, ശരിക്കും അബിക്ക് ആ ഒരു ചേഞ്ച് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് കൊണ്ടുവന്നതും പേഴ്സണലി കൊണ്ടുവന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗസ്റ്റായിട്ട് നമ്മൾ നോ യുവർ DNA സീരീസിലേക്ക് അബിയെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തത്. ആൻഡ് താങ്ക് യു സോ മച്ച്. അബിയുടെ ഈ ഒരു എക്സ്പീരിയൻസ് ഒരുപാട് പേരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. ശരിക്കും സമ്പത്തുള്ള ഒരു തലമുറ നമുക്ക് വേണമെന്ന് ചോദിച്ചാൽ വേണം, പക്ഷെ ആരോഗ്യമുള്ള സമ്പന്നരായ ഒരു തലമുറ നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഹെൽത്ത് ആൻഡ് വെൽത്ത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ചിലർക്ക് വെൽത്ത്, നമ്മൾ ദലൈലാമ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനെ കുറിച്ച് ഓർക്കുമ്പോൾ മനുഷ്യനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ദലൈലാമ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് മനുഷ്യനെ കുറിച്ച് ഓർക്കുമ്പോൾ കോമഡിയാണ്, അല്ലെങ്കിൽ ഒരു രസം, ചിരിയാണ് തോന്നുന്നത്, ഫൺ ഫാക്ടറാണ്. എന്താണ് കാരണം? അവൻ ആരോഗ്യമുള്ള കാലം ആരോഗ്യം മുഴുവൻ കളഞ്ഞ് എന്ത് ചെയ്യും? സമ്പത്തിന് പുറകെ ഓടും. കുറെ കഴിഞ്ഞ് കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചുകൊണ്ട് ഈ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടും. സോ അവിടെയാണ് നമ്മളുടെ സമ്പത്തിന്റെ 0.000001% പോലും വേണ്ട മാറ്റി വെച്ചുകൊണ്ട് ഒരു നോ യുവർ DNA
എപ്പിജെനറ്റിക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. നമ്മളുടെ എപ്പിജെനറ്റിക്സിന്റെ ബേസിൽ നമ്മൾ ചെയ്യുന്ന പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷൻ ആണ് Decode.me. സോ ഇന്ന് തന്നെ എല്ലാവരും Decode.meയുടെ ഭാഗമാവുക. ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.